Hi, let's continue our discussion of phase space. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ ചില ബേസിക് ഐഡിയാസ്, അതുപോലെ പ്രോബബിലിറ്റിയുടെ ചില കോൺസെപ്റ്റ്സ് ഇതൊക്കെ പരിചയപ്പെട്ടു. റൈറ്റ്, അത് കഴിഞ്ഞ് നമ്മൾ പോയത് സ്പെസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റിലേക്കാണ്. മാക്രോ സ്റ്റേറ്റ് എന്താണ്, മൈക്രോ സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഫേസ് സ്പേസ് ഡിഫൈൻ ചെയ്തത്. ഇന്ന് നമ്മൾ എൻസംബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കും. ഓക്കെ, ഫേസ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് എൻസംബിൾ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് നോക്കും. അതുപോലെ ഫേസ് സ്പേസിലുള്ള എൻസംബിളിൻ്റെ ട്രജക്ടറിയായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു തിയറമാണ്, ഒരു ഫണ്ടമെൻ്റൽ തിയറമാണ് ലിയൂവിൽസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ലിയൂവിൽസ് തിയറം അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനെ സംബന്ധിച്ച് അതിൻ്റെ ചില കോൺസിക്വൻസസ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഫേസ് സ്പേസ് എന്ന് പറയുന്നത് ഒരു 6n ഡയമെൻഷണൽ സ്പേസ് ആണ്, വേർ n ഇസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, 6n വരുന്നതിന് കാരണം 3n കോർഡിനേറ്റ്സ് ആൻഡ് 3n മൊമെൻറ്റ. റൈറ്റ്, അപ്പോൾ 3n കോർഡിനേറ്റ്സ് ആൻഡ് 3n മൊമെൻറ്റ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ, ഒരു n പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ 3n കോർഡിനേറ്റ്സും 3n മൊമെൻറ്റയും സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഫേസ് സ്പേസിലെ ഓരോ പോയിൻറ്റും, ഓക്കെ, ഫേസ് സ്പേസിലെ ഓരോ പോയിൻറ്റും റെപ്രസെൻ്റ് ചെയ്യുന്നത് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെയാണ്, ഒരു പോസിബിൾ സ്റ്റേറ്റിനെയാണ്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് സ്പേസ് എന്ന് പറയുന്നത് ഫേസ് സ്പേസ് ആണെന്ന് പറയാം. ഓൾറൈറ്റ്, ഇങ്ങനെ നമുക്ക് പറയാം, ദ സ്റ്റേറ്റ് സ്പേസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് ഈസ് ഫേസ് സ്പേസ് ഓർ ഈസ് കോൾഡ് ആസ് ഫേസ് സ്പേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്. ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ച് സിസ്റ്റത്തിൻ്റെ ഇവല്യൂഷൻ മനസ്സിലാക്കാൻ ഇനീഷ്യലി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ച് നമുക്ക് സിസ്റ്റത്തിൻ്റെ ഇവല്യൂഷൻ മനസ്സിലാക്കാൻ കഴിയും. റൈറ്റ്, ഈ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടു. QI ഡോട്ട് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ PI, അതുപോലെ PI ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ എച്ച് ബൈ ഡോ QI. ഓക്കെ, ഇത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് സിസ്റ്റത്തിൻ്റെ ഇവല്യൂഷൻ, ഓക്കെ, ടൈം എവല്യൂഷൻ മനസ്സിലാക്കണമെങ്കിൽ, സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ടൈമിൽ എങ്ങനെ ഇവോൾവ് ചെയ്യും എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഏതെങ്കിലും ഒരു സമയത്തുള്ള QIയും PIയുമാണ്. ഏതെങ്കിലും ഒരു സമയത്തുള്ള QI, PI നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയും. ഇത് രണ്ട് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻസ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുകയാണെങ്കിൽ 6n ഇൻറ്റഗ്രേഷൻ കോഎഫിഷ്യൻസ് ആക്ച്വലി നമുക്ക് ആവശ്യമുണ്ട്. ഈ 6n ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻസ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്, ഇനീഷ്യൽ സ്റ്റേറ്റ് അറിയാമെങ്കിൽ നമുക്ക് ഹാമിൽട്ടൺസ് ഇക്വേഷൻ അല്ലെ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ ഫ്യൂച്ചറോ പാസ്റ്റോ ഏത് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. റൈറ്റ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാണ് n പാർട്ടിക്കിൾ സ്റ്റേറ്റിൻ്റെ മുഴുവൻ ഫിസിക്കൽ സ്റ്റേറ്റിനെ, ക്ലാസിക്കൽ മെക്കാനിക്കൽ സ്റ്റേറ്റിനെ ഫേസ് സ്പേസിലുള്ള ഒരേ ഒരു പോയിൻ്റ് കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു 6n ഡയമെൻഷണൽ സ്പേസ് ആണ്. ഈ ഓരോ പോയിൻറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് 6n നമ്പേഴ്സ് ആവശ്യമുണ്ട്. റൈറ്റ്, ഒരു 3 ഡയമെൻഷണൽ സ്പേസിലാണെങ്കിൽ 3 നമ്പേഴ്സ് മതി ഒരു പോയിൻറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ. ഇതൊരു 6n ഡയമെൻഷണൽ സ്പേസ് ആണ്. അപ്പോൾ നമ്മളൊരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ അത് 6n നമ്പേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ റഫായിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളൂ. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ എൻറ്റയർ സ്റ്റേറ്റ് ആണ്. സിസ്റ്റത്തിനെ കുറിച്ചുള്ള എൻറ്റയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് ഫേസ് സ്പേസിൽ എവിടെയാണെന്ന് പറയുന്നതിലൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയാം. സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞതുപോലെ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷനാണ്, അതിൻ്റെ കംപ്ലീറ്റ് ക്ലാസിക്കൽ മെക്കാനിക്കൽ സ്പെസിഫിക്കേഷൻ ആണ്. ഓക്കെ, n പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ ഈ കേസിലാണെങ്കിൽ 3n QI 3n PI പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മൈക്രോ സ്റ്റേറ്റായി. ഓക്കെ, അതായത് ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് എന്ന് പറയുന്ന പോയിൻ്റ്, ഫേസ് സ്പേസിലെ പോയിൻ്റ് സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റൈറ്റ്, ഇതൊരു മൈക്രോ സ്റ്റേറ്റാണ്, ഇത് വേറെ മൈക്രോ സ്റ്റേറ്റാണ്, ഇത് വേറെ മൈക്രോ സ്റ്റേറ്റാണ്, അങ്ങനെ.
Alright, so a single point Q, called the representative point of phase space, represents the entire state of some physical system. Alright, or we can say the state of the entire physical system. അതുപോലെ നമ്മൾ ടൈം എവല്യൂഷനെ കുറിച്ച് പറഞ്ഞു. ഫേസ് സ്പേസിലുള്ള സ്റ്റേറ്റ്സിൻ്റെ അല്ല റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റിൻ്റെ ടൈം എവല്യൂഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഹാമിൽട്ടൺസ് ഇക്വേഷനാണ്. അപ്പോൾ ഹാമിൽട്ടൺ ഇക്വേഷൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫേസ് സ്പേസിലെ ഏതൊരു പോയിൻറ്റും നമ്മളെടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യു ഐ ഡോട്ടും പി ഐ ഡോട്ടും നമുക്ക് ഹാമിൽട്ടൺസ് ഇക്വേഷൻ പറഞ്ഞു തരും. ഈ ക്യു ഐ ഡോട്ടും പി ഐ ഡോട്ടും പറയുക എന്ന് പറഞ്ഞാൽ വി ആർ ടോക്കിംഗ് അബൌട്ട് 3n വെലോസിറ്റീസ്, ഓക്കെ, ഓർ ആക്ച്വലി 6n velocity like components, right? 6n components of something like a velocity. Something like a velocity എന്ന് പറയാൻ ഞാൻ കാരണം നമ്മൾ യൂഷ്വലി എക്സ് ഡോട്ടിനാണ് വെലോസിറ്റി എന്ന് പറയുക. റൈറ്റ്, ഇവിടെ എക്സ് ഡോട്ടിനെയും പി എക്സ് ഡോട്ടിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ വെലോസിറ്റി എന്നുള്ള ടേം ജനറലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഫേസ് സ്പേസിലൊരു വെക്റ്റർ ഫീൽഡിനെ ഡിഫൈൻ ചെയ്യുകയാണ്. വെക്റ്റർ ഫീൽഡിനെ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വെക്റ്റർ. റൈറ്റ്, ഇവിടെയാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് എങ്കിൽ അടുത്ത സ്റ്റേറ്റ് എന്തായിരിക്കും, അതിൻ്റെ ഇവല്യൂഷൻ എങ്ങനെയായിരിക്കും എന്ന് യുണീക്കായിട്ട് ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഡിറ്റർമിൻ ചെയ്യാണ്, യുണീക്കായിട്ട് ഡിറ്റർമിൻ ചെയ്യാണ്. റൈറ്റ്, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വളരെ ബ്രീഫായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. നമുക്ക് നമ്മുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് മൈക്രോ സ്റ്റേറ്റ് ആൻഡ് ദ ഫേസ് സ്പേസ്. ഓക്കെ, ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഫേസ് സ്പേസിലെ മുഴുവൻ റീജിയണും നമ്മുടെ സിസ്റ്റത്തിന് ആക്സസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. സിസ്റ്റത്തിൻ്റെ മുഴുവൻ റീജിയണും നമ്മുടെ സിസ്റ്റത്തിന് ആക്സസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ടാണ്? ഉദാഹരണത്തിന് നമ്മുടെ സിസ്റ്റം ഒരു ഫിക്സ്ഡ് വോള്യം ആണെങ്കിൽ, സിസ്റ്റത്തിൻ്റെ വോള്യം ഫിക്സ്ഡ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് എ ലിമിറ്റേഷൻ ഓൺ ദ കോർഡിനേറ്റ് വാല്യൂസ്. ഓക്കെ, ഈ വോള്യൂമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് വാല്യൂസ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. റൈറ്റ്, അതുപോലെ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി ഫിക്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എനർജി റേഞ്ച് ഉണ്ടാവാം. റൈറ്റ്, അപ്പോൾ ഇതെല്ലാം പറയുന്നത് നമ്മുടെ ടോട്ടൽ എൻ്റയർ ഫേസ് സ്പേസിലുള്ള ഒരു ചെറിയ ഒരു റീജിയൻ മാത്രമാണ് യൂഷ്വലി നമ്മുടെ ഫിസിക്കൽ സിസ്റ്റം, നമ്മൾ പഠിക്കുന്ന ഫിസിക്കൽ സിസ്റ്റത്തിന് റെപ്രസെൻറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു സീ ദാറ്റ് ദ ട്രജക്ടറി ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് മസ്റ്റ് റിമെയിൻ വിത്തിൻ എ ലിമിറ്റഡ് റീജിയൻ ഓഫ് ദ ഫേസ് സ്പേസ്. This is so because a finite volume V directly limits the values of the coordinates Qi, while a finite energy E limits the values of both Qi and Pi. Alright, so it cannot be any random state. It can only be a microstate consistent with these limitations. നമ്മൾ ഈ പറയുന്ന വോള്യം, എനർജി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇതൊക്കെ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് മാത്രമേ ആക്സസിബിൾ സ്റ്റേറ്റ്സ് ആവുന്നുള്ളൂ. നമ്മൾ ആക്സസിബിൾ സ്റ്റേറ്റ്സ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എനർജിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹാമിൽട്ടോണിയൻ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആണെന്ന് കരുതുക. ഓക്കെ, നമ്മുടെ ഹാമിൽട്ടോണിയൻ കോൺസ്റ്റൻ്റ് ആണ്, സിസ്റ്റം ഐസൊലേറ്റഡ് ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം വി ഹാവ് ഗോട്ട് എൻ ഇക്വേഷൻ ലൈക്ക് ദിസ്: എച്ച് ഓഫ് ക്യു ഐ പി ഐ ഇസ് ഈക്വൽ ടു ഇ. റൈറ്റ്, അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസിൽ കണ്ടിട്ടുണ്ടാവും എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. റൈറ്റ്, എന്താണ് ഈ 3 ഡയമെൻഷണൽ സ്പേസിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് എൻ ഇക്വേഷൻ ഫോർ എ സർഫസ്. ഓക്കെ, ഇത് ക്ലിയർ ആണ്, റൈറ്റ്, ബിക്കോസ് ദിസ് ഇസ് സം റിലേഷൻ ബിറ്റ്വീൻ എക്സ്, വൈ ആൻഡ് സെഡ്. റൈറ്റ്, അതുപോലെ എച്ച് ഓഫ് ക്യു ഐ പി ഐ ഇസ് ഈക്വൽ ടു ഇ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ക്യു ഐ 3n നമ്പേഴ്സ് ഉണ്ട്, പി ഐയും 3n നമ്പേഴ്സ് ഉണ്ട്. Right, this is an equation of a surface. അപ്പോൾ ഈ എനർജി കൺസർവേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ഫിക്സ്ഡ് എനർജി എന്ന് പറയുന്ന ഇക്വേഷൻ ഇറ്റ് ആക്ച്വലി പിക്സ് ഔട്ട് എ സർഫസ് ഓൺ യുവർ 6n ഡയമെൻഷണൽ ഫേസ് സ്പേസ്. റൈറ്റ്, ഇവിടെ നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസിലാണ് യൂഷ്വലി സർഫസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഇതൊരു ഹയർ ഡയമെൻഷൻ ആയതുകൊണ്ട് വി കോൾ ഇറ്റ് എ ഹൈപ്പർ സർഫസ്. ഓക്കെ, it's not a 3-dimensional or 2-dimensional surface, it's a hyper surface. It's a surface on a 6n dimensional space. ഓക്കെ, ഇത് ക്ലിയർ ആയി വരുന്നു. അതായത് എച്ച് ഈക്വൽ ടു ഇ എന്ന് പറയുന്ന ഇക്വേഷൻ, റൈറ്റ്, ഈ കണ്ടീഷൻ ഇറ്റ് പിക്സ് ഔട്ട് എ സർഫസ് ഓൺ യുവർ ഫേസ് സ്പേസ്. റൈറ്റ്, ഓർ വിൽ ബെറ്റർ കോൾ ഇറ്റ് എ ഹൈപ്പർ സർഫസ് ഓൺ ഫേസ് സ്പേസ്. എന്തുകൊണ്ടാണ് ഹൈപ്പർ സർഫസ് എന്ന് വിളിക്കുന്നത്? അതിന് കാരണം ഇത് ഒരു 6n ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു എന്താണ് പറയുക സർഫസ് ആണ്. അതുകൊണ്ടാണ് ഹൈപ്പർ സർഫസ് എന്ന് പറയുന്നത്. റൈറ്റ്, ഓക്കെ, സോ ദിസ് ഇക്വേഷൻ ആക്ച്വലി പിക്സ് ഔട്ട് എ സർഫസ്. ഓക്കെ, അപ്പോൾ ഈ ഡിഫറെൻറ്റ് എനർജി വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെൻറ്റ് സർഫസസ് നമ്മുടെ ഫേസ് സ്പേസിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടതാണ്.
Alright? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എനർജി, സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി നമുക്ക് അറിയാമെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് അവർ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ഹാസ് ടു ബി ഓൺ ദ സർഫസ് ഡിഫൈൻഡ് ബൈ ദിസ് ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആണത്. ഇത് ഇതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇവിടെ ഈ കാണിക്കുന്ന ഈ സർഫസസ്, ഇത് ഹൈപ്പർ സർഫസ്, ഇത് ജസ്റ്റ് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി കനോട്ട് ഈവൻ ഇമാജിൻ ഫേസ് സ്പേസ് ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ. ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ ഫേസ് സ്പേസ് പോലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. റൈറ്റ്? ബട്ട് ഇത് വെറുതെ റഫായിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് 6n ഡയമെൻഷണൽ ഫേസ് സ്പേസ് ആണിത്. ഓക്കെ, ഓരോ പോയിന്റിലൊരു വെക്റ്റർ ഫീൽഡ് ഉണ്ട്. ഇനി h ഈക്വൽ ടു E എന്ന് പറയുന്ന കണ്ടീഷൻ, ഇത് h ഈക്വൽ ടു E1 ഉദാഹരണത്തിന്. Okay, that's an equation for one particular surface. H equal to some other energy that gives you some other surface on phase space, other hypersurface on phase space. Okay, H equal to E3 and energy മാറുകയാണെങ്കിൽ it picks out different surfaces on phase space. All right, constant h, different values of h. അപ്പോൾ h equal to E1 ആണെങ്കിൽ, ഉദാഹരണത്തിന് h equal to E1 ആണെങ്കിൽ, that means that our system, our representative point can only be on this surface. Our representative point is limited to this hyper surface. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. അതായത് h ഈക്വൽ ടു E എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ സിസ്റ്റത്തിനെ ഒരു മൊത്തം ഫേസ് സ്പേസിലുള്ള ഒരു സർഫസിലേക്ക് ലിമിറ്റ് ചെയ്യുകയാണ്. ഓൾറൈറ്റ്, സോ ദീസ് ആർ വെക്റ്റർ ഫീൽഡ്സ്. അപ്പോൾ ഇനി സിസ്റ്റത്തിൻ്റെ ഇവല്യൂഷൻ, എനർജി കൺസേർവ്ഡ് ആയതുകൊണ്ട് സിസ്റ്റത്തിൻ്റെ ഇവല്യൂഷൻ, നമ്മളൊരു കൺസർവേറ്റീവ് സിസ്റ്റത്തെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ എനർജി കൺസേർവ്ഡ് ആയതുകൊണ്ട് സിസ്റ്റത്തിൻ്റെ ഇവല്യൂഷൻ, right, സിസ്റ്റത്തിൻ്റെ എൻറ്റയർ ടൈം ഇവല്യൂഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് വിൽ ഓൾവേസ് റിമെയിൻ ഓൺ ദിസ് ഹൈപ്പർ സർഫസ്. ഓൾറൈറ്റ്, സോ ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം, so if the energy, there is no external influence, okay, for a conservative system, the representative point remains on the hypersurface. ഇത് ശരിക്കും എനർജി കൺസേർവ്ഡ് ആണെന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമ്മൾ ഫേസ് സ്പേസിൻ്റെ ലാംഗ്വേജിൽ പറയുന്നതെന്ന് മാത്രം. ദ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് റിമെയിൻസ് ഓൺ ദ ഹൈപ്പർ സർഫസ് ഡിഫൈൻഡ് ബൈ h ഈക്വൽ ടു E. റൈറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞത് 3 ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിൽ, f of x, y, z is equal to c എന്ന് പറയുന്ന ഇക്വേഷൻ, ദിസ് ഡിഫൈൻസ് എ 2 ഡയമെൻഷണൽ സർഫസ് എംബെഡഡ് ഇൻ എ 3 ഡയമെൻഷണൽ സ്പേസ്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓൾറൈറ്റ്, ഇനി നമുക്ക് പല കേസിലും ടോട്ടൽ എനർജി എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. മേ ബി വി ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്, ഓർ മേ ബി ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ദർ ഇസ് സം അൺസർട്ടനിറ്റി, ഓർ മേ ബി ദർ ഇസ് സം വെരി ഫീബിൾ വീക്ക് ഇൻറ്ററാക്ഷൻ വിത്ത് ദ എൻവയോൺമെൻറ്റ്. നമുക്ക് എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ഒരിക്കലും മുഴുവനായിട്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. റൈറ്റ്, അപ്പോൾ യൂഷ്വലി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ചെയ്യുക, വിൽ സേ ദാറ്റ് ദ എനർജി ഈസ് വിത്തിൻ എ സ്മോൾ റേഞ്ച്. ഓക്കെ, എനർജി എന്ന് പറയുന്നത് E1-ൻ്റെ E2-ൻ്റെ ഇടയിലാണ്, അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് E മൈനസ് ഹാഫ് ഡെൽറ്റയുടെയും E പ്ലസ് ഹാഫ് ഡെൽറ്റയുടെയും ഇടയിലാണ്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇത് ഹൈപ്പർ സർഫസ് അല്ല, ഒരു ഹൈപ്പർ ഷെല്ലായിരിക്കും. റൈറ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. ദിസ് ഇസ് h ഈക്വൽ ടു E പ്ലസ് ഹാഫ് ഡെൽറ്റ എന്ന് പറയുന്ന സർഫസ് ആണെങ്കിൽ, ഇത് h ഈസ് ഈക്വൽ ടു E മൈനസ് ഹാഫ് ഡെൽറ്റ എന്നുള്ള സർഫസ് ആണെങ്കിൽ, നമ്മൾ 6n ഡയമെൻഷണൽ ഫേസ് സ്പേസിലുള്ള ഹൈപ്പർ സർഫസിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അവർ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് വിൽ ബി കൺഫൈൻഡ് ടു ദിസ് ഷെൽ, ദ ഷെൽ ഡിഫൈൻഡ് ബൈ ദീസ് ടു സർഫസസ്. ഓക്കെ, 2 സർഫസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 സർഫസും കൂടി ഡിഫൈൻ ചെയ്യുന്ന ഒരു റഫായിട്ട് വരയ്ക്കുന്നുള്ളൂ. 2 സർഫസും കൂടി ഡിഫൈൻ ചെയ്യുന്ന ഒരു ഷെല്ലിൻ്റെ ഉള്ളിലായിരിക്കും എൻറ്റയർ ഫേസ് സ്പേസിൽ. ദിസ് ഇസ് അവർ 6n ഡയമെൻഷണൽ ഫേസ് സ്പേസ്. എൻറ്റയർ ഫേസ് സ്പേസിൽ ഒരു സർഫസിലായിരിക്കില്ല, പകരം ഒരു ഷെല്ലിലായിരിക്കും. ഓൾറൈറ്റ്, ഇഫ് ദ എനർജി ഈസ് അലൗഡ് ടു വേരി അബൌട്ട് എ പെർട്ടിക്കുലർ വാല്യൂ E. ഓക്കെ, ഇനി നമ്മൾ ലീവിൽസ് തിയറാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പോസോൺ ബ്രാക്കറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാം. നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. ദ പോസോൺ ബ്രാക്കറ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് f, g, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡോ എഫ് ബൈ ഡോ ക്യു ഐ, ഡോ ജി ബൈ ഡോ പി ഐ മൈനസ് ഡോ എഫ് ബൈ ഡോ പി ഐ, ഡോ ജി ബൈ ഡോ ക്യു ഐ. ഓക്കെ, ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷനാണ്. അതായത് ആക്ച്വലി ദർ ഇസ് സമ്മേഷൻ ഓവർ i ഈക്വൽ ടു 1 to so there is a summation over I, right? There is a summation over all possible values of I. Okay, അപ്പോൾ ഈ സമ്മേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ. സമ്മേഷൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഈ സമ്മേഷൻ സിമ്പിൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് റിപ്പീറ്റഡ് ഇൻഡിസസ് ആർ സംഡ് ഓവർ. റൈറ്റ്, റിപ്പീറ്റഡ് ഇൻഡിസസ് ആർ സംഡ് ഓവർ. റൈറ്റ്, ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ദിസ് ഗോസ് ഫ്രം ഓൾ ദ പോസിബിൾ ഗോസ് ടു
goes through all the possible values of I equal to 1 to 3n. ഓക്കെ, ചില സമയത്ത് നമ്മൾ ഇങ്ങനെ എഴുതും. ഇനി അഥവാ നമ്മൾ ഈ സമ്മേഷൻ വിട്ടുപോയാലും നമ്മൾ ഓർക്കേണ്ടതായിരുന്നു, നമ്മൾ ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ it's understood that repeated indices are always summed over. Okay, ഇവിടെ I repeated ആണ്. This means that there is a summation running over all possible values of I. Right? അപ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടെ ഒരു സമ്മേഷൻ ഇട്ടാണ് എഴുതുക, അല്ലെങ്കിൽ സമ്മേഷൻ ഇല്ലാതെ എഴുതും. Okay, so there are 3n possible qi and 3n possible pi. അപ്പോൾ ഈ സമ്മേഷൻ is actually going from I equal to 1 to 3n. ഇതാണ് പോസോൺ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഇനി പോസോൺ ബ്രാക്കറ്റിൻ്റെ ടേംസിൽ നമുക്ക് ടൈം എവല്യൂഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: df by dt is equal to f, h plus dou f by dou t. റൈറ്റ്, ആക്ച്വലി ഒരു പക്ഷേ ഈ രീതിയിലുള്ള df by dt എഴുതാൻ ഉള്ള സൗകര്യത്തിനായിരിക്കാം പോസോൺ ബ്രാക്കറ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം നമ്മൾ df by dt എന്ന് എഴുതുമ്പോൾ ഈ f എന്ന് പറയുന്നത് ഇസ് ജനറലി എ ഫംഗ്ഷൻ ഓഫ് q, p ആൻഡ് t. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് നമ്മൾ യൂഷ്വലി നമ്മുടെ ചെയിൻ റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഡോ എഫ് ബൈ ഡോ ക്യു ഐ ഡോട്ട്. ഓക്കെ, സമ്മേഷൻ ഇംപ്ലൈഡ്. ഓക്കെ, സമ്മേഷൻ ഞാൻ ഇവിടെ ഇംപ്ലൈ ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ഇൻഡെക്സ് ആണ്, അപ്പോൾ സമ്മേഷൻ ഇംപ്ലൈഡ് പ്ലസ് ഡോ എഫ് ബൈ ഡോ പി ഐ ഡോട്ട്. റൈറ്റ്, ദിസ് ഇസ് ജസ്റ്റ് വാട്ട് ഡു യു സേ ദ ചെയിൻ റൂൾ. ഓക്കെ, കാരണം ദിസ് ഇസ് ദ ചേഞ്ച് ഇൻ ദ ഫംഗ്ഷൻ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ക്യു ഐ ചേഞ്ച് ചെയ്യുന്ന കാരണം ഫംഗ്ഷനിലുള്ള ചേഞ്ചാണ്. ദിസ് ഇസ് ദ ചേഞ്ച് ഇൻ ദ ഫംഗ്ഷൻ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ പി ഐ, ഡോ എഫ് ബൈ ഡോ പി ഐ മൾട്ടിപ്ലൈഡ് ബൈ പി ഐ ഡോട്ട്. നൗ ദർ കുഡ് ഓൾസോ ബി എൻ എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡൻസ് ഓൺ ടൈം. ഫോർ ദാറ്റ് യു ഷുഡ് ഹാവ് ഡോ എഫ് ബൈ ഡോ ടി. ഓക്കെ, ഇനി നമ്മൾ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഡോ എഫ് ബൈ ഡോ ക്യു ഐ ഡോട്ട് ഇസ് ഡോ എച്ച് ബൈ ഡോ പി ഐ, ഇഫ് യു റിമെമ്പർ ദ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ്. And dou f by dou pi is minus, this is dou f by dou pi, and pi dot is minus dou h by dou qi. Okay, plus dou f by dou t. Right, ഇനി ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ഇക്വേഷൻസ് എപ്പോഴും അപ്പിയർ ചെയ്തുകൊണ്ടാവാം പോസോൺ എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെയൊരു കോമ്പാക്റ്റ് നൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതെന്ത് തന്നെയാണെങ്കിൽ ഇറ്റ് ഈസ് എ വെരി കൺവീനിയൻറ്റ് നൊട്ടേഷൻ. റൈറ്റ്, അപ്പോൾ ഇത്ര ഇത് എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ പെയേഴ്സ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ക്യു ഐ ആൻഡ് പി ഐ എപ്പോഴും വരുന്നതുകൊണ്ട് യു ഡിഫൈൻ എ ബ്രാക്കറ്റ്, യു ഡിഫൈൻ വാട്ട് ഈസ് എ compact notation for it. Okay, ഇങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയില്ല, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് റിമെമ്പറിങ്. സോ ദിസ് ഡോ എഫ് ബൈ ഡോ ക്യു ഐ വിത്ത് ഡോ എച്ച് ബൈ ഡോ പി ഐ, യു കോൾ ഇറ്റ് ആസ് ദ പോസോൺ ബ്രാക്കറ്റ് ഓഫ് എഫ്, എച്ച്. ഓക്കെ, ഇത് മാത്രമല്ല ഇത് രണ്ടും കൂടെ. ഓക്കെ, ഡോ എഫ് ബൈ ഡോ ക്യു ഐ, ഡോ എച്ച് ബൈ ഡോ പി ഐ മൈനസ് ഡോ എഫ് ബൈ ഡോ പി ഐ, ഡോ എച്ച് ബൈ ഡോ ക്യു ഐ. ഒക്കെ സമ്മേഷൻ ഇംപ്ലൈഡ് ഹിയർ. റൈറ്റ്, അതാണ് പോസോൺ ബ്രാക്കറ്റ്. അപ്പോൾ ടൈം എവല്യൂഷൻ, ഒരു ഫംഗ്ഷൻ്റെ ടൈം എവല്യൂഷൻ നമുക്ക് എഴുതണമെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ദ പോസോൺ ബ്രാക്കറ്റ്. Okay, now if the function does not explicitly depend on time, explicit time dependence illatta function aanengil this term wouldn't be there, that's all. Okay, so this is the general time evolution equation for any function. Okay, all right. പോസോൺ ബ്രാക്കറ്റ് നമുക്ക് ലെയ്വിൽസ് തിയറം പ്രൂവ് ചെയ്യുമ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നുണ്ടാവും. അടുത്തത് എൻസെമ്പിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ, മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് എൻസെമ്പിൾ എന്ന് പറയുന്നത്. എൻസെമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൺസെമ്പിൾ. ഓക്കെ, എൻസെമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ആൻ അസംബ്ലി ഓഫ് ലാർജ് നമ്പർ ഓഫ് സിമിലർലി പ്രിപ്പയർഡ് സിസ്റ്റംസ് ഓൾ ക്യാരക്ടറൈസ്ഡ് ബൈ ദ സെയിം മാക്രോ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുന്നതാണ് ഇറ്റ്സ് എൻസെമ്പിൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എൻ അസംബ്ലി ഓഫ് ലാർജ് നമ്പർ ഓഫ് സിമിലർലി പ്രിപ്പയർഡ് സിസ്റ്റംസ്. ഓക്കെ, അതായത് ഒരേ അപ്പിയറൻസ് ഉള്ള ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ്, ഒരേ അപ്പിയറൻസ് ഉള്ള ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ്. ഓക്കെ, ഇതെല്ലാം ഒരേ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്രോസ്കോപ്പിക്കലി മെഷർ ചെയ്യാവുന്ന പാരാമീറ്റേഴ്സ് എല്ലാത്തിനും സെയിം ആണ്. ഉദാഹരണത്തിന് യു കുഡ് തിങ്ക് ഓഫ് ഗ്യാസ്. ഓക്കെ, ഗ്യാസ് in a container like this of volume V, there are n particles and the total energy is E. Okay, ഈ രീതിയിലുള്ള സെയിം വോള്യൂം, സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്, സെയിം എനർജി. ഓക്കെ, ഇൻ വിച്ച് എവർ വേ യു ഡിഫൈൻ യുവർ മാക്രോസ്റ്റേറ്റ്. ഒക്കെ മാക്രോസ്റ്റേറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളതിൽ കുറച്ച് ഫ്രീഡം ഉണ്ട്. ഇവിടെ n, v, e എന്ന് പറയുന്നൊരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കേണ്ട സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ലാർജ് നമ്പർ ഓഫ് സിമിലർലി പ്രിപ്പയർഡ് സിസ്റ്റംസ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, സിമിലർലി പ്രിപ്പയർഡ് സിസ്റ്റംസ് നമ്മൾ എടുക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എൻസെമ്പിൾ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് സിമിലർലി പ്രിപ്പയർഡ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ് വേണം. നമ്മുടെ പേർപ്പസസിന് ഇതിൻ്റെ കോപ്പീസ് ഉള്ളതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്താൽ മതി. മെൻ്റൽ കോപ്പീസ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം അപ്പിയറൻസ് സെയിം ആണെങ്കിലും ഇതിൻ്റെ ഓരോന്നിൻ്റെയും മൈക്രോ സ്റ്റേറ്റ് ജനറലി ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ. ഇതിൻ്റെ എല്ലാ QIയും PIയും നമ്മൾ എഴുതി കഴിഞ്ഞാൽ റൈറ്റ്, ഇതിൻ്റെ എല്ലാ വേരിയബിൾസും നമ്മൾ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വേരിയബിൾസ് എല്ലാം സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇതും തമ്മിൽ ജനറലി ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ എൻസെമ്പിളിൻ്റെ പ്രത്യേകത ഇതാണ്. ജനറലി the systems in your ensemble, even though they all have the same appearance, generally they will be in a different microstate. Okay, generally they will be in a different microstate. Okay, there may be a huge number of microstates corresponding to a given appearance. Okay, നമ്മൾ ഈ പറഞ്ഞ ഒരേ അപ്പിയറൻസ് V, N, E എന്നുള്ള അപ്പിയറൻസ് കൊണ്ടുവരാൻ അനേകം വഴികളുണ്ട്. അത് നമുക്ക് ആക്ച്വലി കൗണ്ട് ചെയ്യാൻ കഴിയും. അതാണ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അത് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ എൻട്രോപ്പി ഡിസ്കസ് ചെയ്യുമ്പോൾ കാണുന്നതായിരിക്കും. ഓൾറൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. നാച്ചുറലി ദീസ് കോപ്പീസ് വിൽ ബി ഇൻ ഓൾ സോർട്ട്സ് ഓഫ് പോസിബിൾ മൈക്രോസ്റ്റേറ്റ്സ്. ഓക്കെ. ഇതുകൊണ്ടാണ് എൻസെമ്പിൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ദസ് ദ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം ആവറേജ്ഡ് ഓവർ ദ എൻസെമ്പിൾ ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു ബി ഐഡൻറ്റിക്കൽ ടു ദ ടൈം ആവറേജ്ഡ് ബിഹേവിയർ ഓഫ് എ സിംഗിൾ സിസ്റ്റം അണ്ടർ കൺസിഡറേഷൻ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ഓക്കെ. ഇതിൻ്റെ മീനിങ് ഇതാണ്. റഫായിട്ട് എഴുതുകയാണെങ്കിൽ ലോങ് ടൈം ആവറേജ്, ഈ ലോങ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്, ബട്ട് വി ഡോണ്ട് ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ്. ലോങ് ടൈം ആവറേജ് ഈസ് ഈക്വൽ ടു എൻസെമ്പിൾ ആവറേജ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ലോങ് ടൈം ആവറേജ് ഇസ് ഈക്വൽ ടു എൻസെമ്പിൾ ആവറേജ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിൻ്റെ എന്തെങ്കിലും ഒരു മെഷറബിൾ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലോങ് ടൈം ആവറേജ് നമ്മൾ സാധാരണ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സിസ്റ്റം ഒരൊറ്റ സിസ്റ്റം എടുത്തു ആൻഡ് ദെൻ യു ആർ മേക്കിംഗ് കണ്ടിന്യൂസ് മെഷർമെൻറ്റ്സ് ഓൺ ഇറ്റ്. ഓക്കെ. നമ്മൾ ഇന്നൊരു മെഷർമെൻറ്റ് നടത്തി, അല്ലെങ്കിൽ 10 മണിക്കൂർ മെഷർമെൻറ്റ് നടത്തി, അതേ സിസ്റ്റത്തിൽ 11 മണിക്കൂർ മെഷർമെൻറ്റ് നടത്തി. ദ സെയിം സിസ്റ്റം വി ആർ മേക്കിംഗ് അനദർ മെഷർമെൻറ്റ് അറ്റ് 12 o'clock ആൻഡ് ദെൻ യു ആർ മേക്കിംഗ് ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് സെപ്പറേറ്റഡ് ഓവർ ടൈം. ഓക്കെ. അതായത് നമ്മൾ ഒരു ലാർജ് ലോങ് ടൈം പീരിയഡിൽ ഒരേ സിസ്റ്റത്തിന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെഷറബിൾ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ എല്ലാം ആവറേജ് എടുക്കുന്നു. ഇതാണ് ലോങ് ടൈം ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ക്ലിയർ ആയി നിൽക്കുന്നു. ഒരു പെർട്ടിക്കുലർ സിസ്റ്റം നമ്മൾ എടുക്കുകയാണ്. ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ തന്നെ ഒരു ലോങ് ടൈം പീരിയഡിൽ നമ്മൾ മെഷർമെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറൈറ്റ്. ലോങ് ടൈം പീരിയഡിൽ മെഷർമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ എല്ലാ മെഷർമെൻറ്റ്സിൻ്റെയും കൂടെ ആവറേജിനെയാണ് ലോങ് ടൈം ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഓൾറൈറ്റ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ പറയുന്നത് ലോങ് ടൈം ആവറേജ് എന്ന് പറയുന്നത് എൻസെമ്പിൾ ആവറേജ് ആണ്. എൻസെമ്പിൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എൻസെമ്പിൾ ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ എൻസെമ്പിൾ ഇസ് എ കളക്ഷൻ ഓഫ് ഐഡൻറ്റിക്കലി പ്രിപ്പയർഡ് സിസ്റ്റം. എൻസെമ്പിൾ ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരേ സമയം തന്നെ ഈ എല്ലാ സിസ്റ്റത്തിലും എൻസെമ്പിളിലുള്ള ഓരോ സിസ്റ്റത്തിലും നമ്മൾ പറഞ്ഞു ലാർജ് നമ്പർ ഓഫ് കോപ്പീസ് ഉണ്ട് അല്ലേ. ഒരു കോപ്പിയിൽ ഒരു മെഷർമെൻറ്റ് നടത്തുക. ഓക്കെ. ഒരു കോപ്പിയിൽ നമ്മൾ ഒരു മെഷർമെൻറ്റ് നടത്തുക, അടുത്ത കോപ്പിയിൽ സെയിം ഒബ്സർവബിൾ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുക, അടുത്തതിൽ സെയിം ഒബ്സർവബിൾ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഈ കിട്ടുന്ന വാല്യൂസ് എല്ലാം അതിൻ്റെ ആവറേജ് എടുക്കുക. അതാണ് എൻസെമ്പിൾ ആവറേജ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. സോ എൻസെമ്പിൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എൻസെമ്പിളിലുള്ള ഓരോ സിസ്റ്റത്തിൻ്റെയും ഐഡൻറ്റിക്കലി പ്രിപ്പയർഡ് സിസ്റ്റത്തിൻ്റെയും വാല്യൂ മെഷർ ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുന്നതാണ്. ലോങ് ടൈം ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിസ്റ്റം എടുത്തിട്ട് അതിൻ്റെ ഒരു ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആവറേജ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എൻസെമ്പിൾ തിയറിയുടെ എൻസെമ്പിൾ ഫോർമുലേഷൻ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ എൻസെമ്പിൾ ഫോർമുലേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വമാണിത്. ലോങ് ടൈം ആവറേജ് എന്ന് പറയുന്നത് എൻസെമ്പിൾ ആവറേജ് തന്നെ ആയിരിക്കുക എന്നുള്ളത്. ആക്ച്വലി എല്ലാ സിസ്റ്റംസും ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിസ്റ്റത്തിന് നമ്മൾ എർഗോഡിക് സിസ്റ്റംസ് എന്നാണ് പറയുക. ഓക്കെ. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിസ്റ്റംസിന് നമ്മൾ എർഗോഡിക് സിസ്റ്റംസ് എന്നാണ് പറയുക. ഓക്കെ. എർഗോഡിക് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എർഗോഡിക് സിസ്റ്റംസ് ആർ ദോസ് സിസ്റ്റംസ് ഫോർ വിച്ച് ദ ലോങ് ടൈം ആവറേജ് ഇസ് ഐഡൻറ്റിക്കൽ ടു ദ എൻസെമ്പിൾ ആവറേജ്. ഓക്കെ. ഇതെന്തുകൊണ്ടാണ് ലോങ് ടൈം ആവറേജ് എന്തുകൊണ്ടാണ് എൻസെമ്പിൾ ആവറേജിന് ഈക്വൽ ആവുന്നത്? അതിൻ്റെ കാരണം ഇതാണ്. ഇതിൻ്റെ
നമ്മൾ സിസ്റ്റം പറഞ്ഞു, നമ്മുടെ ഫിസിക്കൽ സിസ്റ്റം, അത് എൻവയോൺമെൻറ്റായിട്ട് ചെറിയ ഇൻട്രാക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഗ്യാസ് ആണെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ മൈക്രോ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റ് ആക്ച്വലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം എടുത്തിട്ട് അതിനെ വെറുതെ വിടുകയാണെങ്കിൽ, okay, we assume that there will be some small interaction with the environment and the molecules are interacting with each other. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൈക്രോ സ്റ്റേറ്റ് ജനറലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ മൈക്രോ സ്റ്റേറ്റ് ഫേസ് സ്പേസിലൂടെ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ് ഫേസ് സ്പേസിലൂടെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ മൈക്രോ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അറ്റ് എ മൊമെൻറ്റ് QI, PI ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ എടുത്താൽ അതിൻ്റെ തൊട്ടടുത്ത മൊമെൻറ്റിൽ സെയിം QI, PI അല്ല, ജനറലി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് വിൽ ഇവോൾവ്, ദ സിസ്റ്റം വിൽ ഇവോൾവ് ഇൻ ടൈം. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ എന്താണ് ലോങ് ടൈം നമ്മൾ എടുക്കുമ്പോൾ, ലോങ് ടൈം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇതിൻ്റെ എല്ലാ അലൗഡ്, ഇതൊരു പെർട്ടിക്കുലർ മൈക്രോ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇതിന് QI, PI 1 എന്ന് എഴുതാം. തൊട്ടടുത്ത മൊമെൻറ്റിൽ QI, PI 2 വേറെ മൈക്രോ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എർഗോഡിക് സിസ്റ്റംസ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എർഗോഡിക് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സിസ്റ്റം ചേഞ്ച് ചെയ്തിട്ട് ഓരോ മൊമെൻറ്റിൽ പുതിയൊരു മൈക്രോ സ്റ്റേറ്റിലേക്ക് മാറുകയാണ്, വേറെ മൈക്രോ സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. ഓക്കെ, ഇതിൻ്റെ എല്ലാ അലൗഡ് മൈക്രോ സ്റ്റേറ്റ്സിലേക്കും എല്ലാ അലൗഡ് മൈക്രോ സ്റ്റേറ്റ്സും ആവശ്യത്തിന് സമയം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ അലൗഡ് മൈക്രോ സ്റ്റേറ്റ്സിലൂടെയും കടന്നു പോകും എന്നുള്ളൊരു അസംഷനാണ് എർഗോഡിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, എർഗോഡിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫേസ് സ്പേസിൻ്റെ ലാംഗ്വേജിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഫേസ് സ്പേസ് നമ്മുടെ 6 ഡയമെൻഷണൽ ഫേസ് സ്പേസ് ആണ്. ഓക്കെ, ഇങ്ങനെ ഫേസ് സ്പേസിൽ നമുക്ക് അലൗഡ് റീജിയൻ ഉണ്ടെന്നായിരുന്നു. ഇത് ഫേസ് സ്പേസിലുള്ള അലൗഡ് റീജിയൻ ആണ്. ദാറ്റ്സ് ഡിഫൈൻഡ് ബൈ സം കണ്ടീഷൻ ഓഫ് ഫിക്സ്ഡ് വോള്യൂം, ഫിക്സ്ഡ് എനർജി ഓർ സംതിങ്. ഓക്കെ, ഇനി എർഗോഡിക് ഹൈപ്പോത്തസിസ് പറയുന്ന ഇതാണ്, നമ്മുടെ സിസ്റ്റം ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു. ഈ ഏരിയയിലുള്ളതെല്ലാം, ഓക്കെ, ഈ സർഫസ്, ഞാൻ ഈ വരച്ച റഫ് സർഫസിലുള്ളതെല്ലാം അതിൻ്റെ ആക്സസിബിൾ സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ it evolves with time. Okay, the microstate or the representative point it makes a trajectory on phase space. It forms a line on phase space. അല്ലേ, phase space മാറുന്ന അനുസരിച്ച് ഒരു മൈക്രോസ്റ്റേറ്റിന് വേറെ മൈക്രോസ്റ്റേറ്റിലേക്ക് പോവാണ്. So the physical system, okay, the microstate or the representative point travels through the allowed region. കാരണം ഒരു മൈക്രോസ്റ്റേറ്റിൽ നിന്ന് വേറെ മൈക്രോസ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ 10 മണിക്ക് മൈക്രോസ്റ്റേറ്റ് ഇതാണെങ്കിൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ എക്സാക്ട് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ഇതാണെങ്കിൽ 11 മണിക്ക് ഇറ്റ് വുഡ് ഹാവ് റീച്ച് സംവെയർ ഹിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, എർഗോഡിക് ഹൈപ്പോത്തസിസിൽ അസ്യൂം ചെയ്യുന്നത് ഇതിൻ്റെ അലൗഡ് ആയിട്ടുള്ള എല്ലാ മൈക്രോസ്റ്റേറ്റ്സിലേക്കും ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് എത്തിയിട്ടുണ്ടാവുമെന്നാണ്. ഓൾറൈറ്റ്, അപ്പോൾ എർഗോഡിക് ഹൈപ്പോത്തസിസ് അസ്യൂം ചെയ്യുന്നത്, എർഗോഡിക് ഹൈപ്പോത്തസിസ് ഇസ് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് our physical system or the representative point will have gone to all the accessible states, gone through all the accessible states. Okay, ഈ ഒരു അസംഷൻ ശരിയാണെങ്കിലാണ്, ഈ ഒരു ഹൈപ്പോത്തസിസ് ആണ് എൻസെമ്പിൾ ആവറേജ് ഈസ് ഈക്വൽ ടു ലോങ് ടൈം ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുകൊണ്ടാണ് എൻസെമ്പിൾ ആവറേജ് എന്ന് പറയുന്നത് ലോങ് ടൈം ആവറേജിന് ഈക്വൽ ആവുന്നത്. ഓക്കെ, എൻസെമ്പിൾ ആവറേജ് എന്ന് പറയുന്നത് ലോങ് ടൈം ആവറേജിന് ഈക്വൽ. അതായത് നമ്മൾ ലോങ് ടൈം സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അത് ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റ്സിലായിരിക്കും. നമ്മൾ എൻസെമ്പിൾ എടുക്കുകയാണെങ്കിൽ എൻസെമ്പിളിൽ ഓരോ സിസ്റ്റം ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു എർഗോഡിക് ഹൈപ്പോത്തസിസ് പോലെ ഒരു ഹൈപ്പോത്തസിസ് ആണ് യഥാർത്ഥത്തിൽ ലോങ് ടൈം ആവറേജ് ഈസ് ഈക്വൽ ടു എൻസെമ്പിൾ ആവറേജ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുന്നത്. ഇനി ഇത് നമ്മുടെ മൈക്രോ സ്റ്റേറ്റ്, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് എല്ലാ ആക്സസിബിൾ സ്റ്റേറ്റിലൂടെയും കടന്നു പോകും എന്ന് നമുക്ക് ഉറപ്പിച്ച് കഴിയാൻ പറ്റില്ല. ഓക്കെ, അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഈസി ടു പ്രൂവ് ദാറ്റ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ പറയുന്നത് ആക്ച്വലി അത്ര സ്ട്രോങ് ആയിട്ടില്ല പറയുക, എർഗോഡിക് ഹൈപ്പോത്തസിസ് എന്നല്ല പറയുക, ക്വാസി എർഗോഡിക് ഹൈപ്പോത്തസിസ് എന്നാണ് പറയുക. ക്വാസി എർഗോഡിക് ഹൈപ്പോത്തസിസ്. ക്വാസി എർഗോഡിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് അതിൻ്റെ എല്ലാ ആക്സസിബിൾ സ്റ്റേറ്റിൻ്റെ നെയ്ബർഹുഡിലൂടെ കടന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അത്ര സ്ട്രോങ് അല്ല, എല്ലാ അലൗഡ് ആക്സസിബിൾ സ്റ്റേറ്റ്സിലൂടെയും കടന്നു പോകും എന്നല്ല പറയുന്നത്, എല്ലാ ആക്സസിബിൾ സ്റ്റേറ്റിൻ്റെ നെയ്ബർഹുഡിലൂടെ കടന്നു പോകും. അത് മതി. ക്വാസി എർഗോഡിക് ഹൈപ്പോത്തസിസ് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ നമുക്ക് ലോങ് ടൈം ആവറേജ് ഈക്വൽ ടു എൻസെമ്പിൾ ആവറേജ് എന്നുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ്സ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഇതൊന്ന് ഡയറക്റ്റായിട്ട് എർഗോഡിക് ഹൈപ്പോത്തസിസിനെ കുറിച്ചോ ക്വാസി എർഗോഡിക് ഹൈപ്പോത്തസിസിനെ കുറിച്ചോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഈ ഹൈപ്പോത്തസിസിൻ്റെ പേരാണ്, ഈ ഹൈപ്പോത്തസിസിൻ്റെ പേരെന്താണ് എന്നീ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓൾറൈറ്റ്, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ ഫ്രം നൗ ഓൺ വിൽ ട്രീറ്റ് ensemble നമ്മൾ ക്വാസി എർഗോഡിക് ഹൈപ്പോത്തസിസ് അസ്യൂം ചെയ്യാണ് ആൻഡ് വിൽ ട്രീറ്റ് ലോങ് ടൈം ആവറേജ് ആസ് ദ എൻസെമ്പിൾ ആവറേജ്. അപ്പോൾ ലോങ് ടൈം ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി,
ensemble average കണ്ടുപിടിച്ചാൽ മതി. Now once we establish that, we can move on. Alright. ഇനി ensemble എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, what do you say, it's a collection of identically prepared systems. Okay, identically prepared systems. അപ്പോൾ identically prepared systems എന്ന് പറയുന്നത് നമുക്ക് we have got identically prepared system. All these systems have the same appearance. Alright. പക്ഷേ നമ്മൾ പറഞ്ഞു ജനറലി ഈ ഓരോ സിസ്റ്റവും ഓരോ ഡിഫറെൻറ്റ് മൈക്രോസ്റ്റേറ്റിലായിരിക്കും അല്ലേ, ഓരോ സിസ്റ്റം ഓരോ ഡിഫറെൻറ്റ് മൈക്രോസ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ഇതൊരു 6n ഡയമെൻഷണൽ ഫേസ് സ്പേസ് ആണെന്ന് കരുതുക. അപ്പോൾ ഈ സിസ്റ്റം കറസ്പോണ്ട് ചെയ്യുന്ന മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മൈക്രോസ്റ്റേറ്റിലെ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ഫേസ് സ്പേസിൽ ഇവിടെയാണെന്ന് കരുതുക. റൈറ്റ്, ഇതിൻ്റെ മൈക്രോസ്റ്റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് സെയിം ഇത് ഐഡൻറ്റിക്കലി പ്രിപ്പയർഡ് സിസ്റ്റം ആണെങ്കിലും ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സംവെയർ എൽസ്. അതുപോലെ ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സ്റ്റിൽ സംവെയർ എൽസ്. റൈറ്റ്, അപ്പോൾ നമ്മളൊരു എൻസംബിളിനെ ഫേസ് സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് അല്ലെങ്കിൽ എ സ്വാം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. In the phase space, the corresponding picture will consist of a swarm of representative points, one for each member of the ensemble. Ensemble ഓരോ മെമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഫേസ് സ്പേസിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ഉണ്ടാവും. അപ്പോൾ എൻസംബിളിനെ ഫേസ് സ്പേസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു റീജിയൻ. ഓക്കെ, യു ടേക്ക് എ റീജിയൻ ഇൻ ഫേസ് സ്പേസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ മൈക്രോസ്കോപ്പിക് സ്പെസിഫിക്കേഷൻ. റൈറ്റ്, ഇതാണ് ഒരു കളക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ആൻ എൻസംബിൾ, ensemble in your phase space. ഓക്കെ, അപ്പോൾ ഇവിടെ റേഞ്ച് ഓഫ് വാല്യൂസ് ഫോർ എ ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ എല്ലാ അലൗഡ് ആയിട്ടുള്ള മൈക്രോസ്റ്റേറ്റ്സ് എന്നുള്ള ജനറൽ ഐഡിയ ആണ്. ഒരു സിസ്റ്റത്തിൻ്റെ അലൗഡ് ആയിട്ടുള്ള മൈക്രോസ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൺ ഓഫ് ഫേസ് സ്പേസ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്വാം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ എൻസംബിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് ഇൻ ഫേസ് സ്പേസ്. അപ്പോൾ ഈ മൈക്രോസ്റ്റേറ്റിൻ്റെ എല്ലാം പ്രത്യേകത എന്തായിരിക്കണം? Each of these microstates must be consistent with the given microstate that is supposed to be common to all members of the ensemble. അപ്പോൾ എൻസംബിളിൻ്റെ പ്രത്യേകത ഇതാണ്, എൻസംബിളിലുള്ള ഓരോ സിസ്റ്റവും എക്സാക്ട്ലി സെയിം മൈക്രോസ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, കൺസിസ്റ്റൻറ്റ് വിത്ത് ഗിവൺ മൈക്രോസ്റ്റേറ്റ്. Right? So in other words, you are preparing the systems identically prepare ചെയ്യാന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് മെഷർമെൻറ്റ്സ് എല്ലാം ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് എന്താണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചെറിയ ഫ്രീഡം ഉണ്ട്. റൈറ്റ്, ബട്ട് ലെറ്റ്സ് നോട്ട് ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് വെദർ ഇറ്റ്സ് നോട്ട് റിയലി റെലവൻറ്റ്. റൈറ്റ്, മൈക്രോസ്റ്റേറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. റൈറ്റ്, ദർ സം ചോയ്സ് ഓഫ് വെദർ, ബട്ട് ആഫ്റ്റർ ദാറ്റ് തിങ്സ് ആർ ഫൈൻ. ആഫ്റ്റർ ദാറ്റ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്കൽ ഫോർമുലേഷൻ ക്യാൻ ബി ഡയറക്റ്റ്ലി യൂസ്ഡ്. റൈറ്റ്, ഇനി സമയം കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും നമുക്കറിയാം. ഈച്ച് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇവോൾവ്സ്. ഓക്കെ, ഓർ ഇറ്റ് കാർവ്സ് ഔട്ട് എ ട്രജക്ടറി ഇൻ യുവർ ഫേസ് സ്പേസ്. ഓക്കെ, കാരണം റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് അതിന് മൈക്രോസ്റ്റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈച്ച് ഓഫ് ദിസ് മൈക്രോസ്റ്റേറ്റ് വിൽ ട്രാവൽ ത്രൂ യുവർ ഫേസ് സ്പേസ്. ഇറ്റ് വിൽ ഫോം എ ട്രജക്ടറി ഓൺ യുവർ ഫേസ് സ്പേസ്. റൈറ്റ്, അപ്പോൾ നമുക്കുള്ള ഒരു സ്വാം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ആണ്. സോ ദി സ്വാം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് വിൽ ആക്ച്വലി മേക്ക് കളക്ഷൻ ഓഫ് what do you say, like this. Alright, നമ്മൾ ഇനീഷ്യലി നമ്മൾ ഡിഫൈൻ ചെയ്ത വോള്യൂം എന്ന് കരുതുക. ഇനീഷ്യലി ഡിഫൈൻ ചെയ്ത വോള്യൂം എന്ന് പറഞ്ഞാൽ ഈ വോള്യത്തിനകത്തുള്ള സ്റ്റേറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ മൈക്രോസ്റ്റേറ്റുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ എൻസംബിളിലുള്ള സ്റ്റേറ്റ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സമയം കടന്നു പോകും തോറും ഇറ്റ് വിൽ ഗോ ഇൻ ടു this whole volume will move on to another region of the phase space. ഇത് ടൈം എവല്യൂഷനാണ് കാണിക്കുന്നത്. And this evolution will be governed by your Hamilton's equations. Okay, correspondingly the representative points constituting the swarm continually move along their respective trajectories. Alright, അപ്പോൾ ഇങ്ങനെയൊരു പിക്ചറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ ഇവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്വാം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഒരു ഫേസ് സ്പേസിൽ ഒരു പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റീജിയനിൽ നിന്ന് വേറെ റീജിയനിലേക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ തിയറമാണ് ലിയൂവിൽസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഫേസ് സ്പേസ് ഇമാജിനേഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നമ്മൾ ഫേസ് സ്പേസ് ഇമാജിനേഷൻ ഇൻറ്റ്യൂറ്റീവ് ആക്കാൻ, അത് ക്ലിയർ ആക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി ഈ ഇവല്യൂഷനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും റിസൾട്ട്, ഒരു ഫണ്ടമെൻ്റൽ റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ദാറ്റ്സ് ലിയൂവിൽസ് തിയറം. റൈറ്റ്, ദർ ഇസ് ആക്ച്വലി എ തിയറം ദാറ്റ് ഗവേൺസ് ദിസ് കൈൻഡ് ഓഫ് ഇവല്യൂഷൻ. റൈറ്റ്, ആൻഡ് ദാറ്റ് തിയറം ഇസ് ദ ലിയൂവിൽസ് തിയറം. ലിയൂവിൽസ് തിയറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനും കൂടെ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ലിയൂവിൽസ് തിയറം വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് റഫായിട്ട് പറയാം. ലിയൂവിൽ തിയറം പറയുന്നത്
ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇങ്ങനെ ഇവോൾവ് ചെയ്യുമ്പോൾ ഹാമിൽട്ടൺസ് ഇക്വേഷൻ അനുസരിച്ച് ഇവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ വോള്യൂം ചേഞ്ച് ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മൾ ഇനീഷ്യലി ഒരു വോള്യൂം ഫിക്സ് ചെയ്തു. ഓക്കെ, ഇനീഷ്യലി നമ്മൾ എൻസംബിളിനെ കറസ്പോണ്ട് ചെയ്യുന്ന ഒരു ഫേസ് സ്പേസിൽ ഒരു വോള്യൂമാണ് എടുത്തത്. വോള്യൂം എടുത്ത് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിലുള്ള റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ മാക്രോ സ്റ്റേറ്റുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്. എൻസംബിളിലെ സിസ്റ്റത്തിനാണ് എൻസംബിളിലുള്ള സിസ്റ്റംസിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആസ് ടൈം ഇവോൾവ്സ് ദിസ് വോള്യൂം കനോട്ട് ചേഞ്ച്. Okay, the phase space volume remains intact. The phase space volume does not change. Okay, ഇതാണ് Liouville's theorem പറയുന്നത്. Liouville's theorem actually says that this volume at time t0 will be equal to the volume time t. All right. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഈ വോള്യൂം നമ്മൾ ഇനീഷ്യലി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ വോള്യൂം കൂടുകയോ കുറയോ ചെയ്യുന്നില്ല. വോള്യൂം കൂടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫേസ് സ്പേസ് വോള്യൂം കൂടുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ മൈക്രോ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ എൻസംബിളിലേക്ക് കൂടുതൽ സിസ്റ്റംസ് കടന്നു വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ആ വോള്യൂം കുറയുക എന്ന് പറഞ്ഞാൽ എൻസംബിളിലുള്ള കുറച്ച് സിസ്റ്റംസ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് അർത്ഥം. ഇത് കണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് Liouville's theorem പറയുന്നത്. ഓക്കെ, ദിസ് വോള്യൂം, ദ ഫേസ് സ്പേസ് വോള്യൂം റിമെയിൻസ് ദ സെയിം അണ്ടർ ടൈം എവല്യൂഷൻ. ഇതാണ് Liouville's theorem പറയുന്നത്. ഇതിനെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ടേംസിലും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് Liouville's theorem എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ Liouville's theoremത്തിൻ്റെ ഡെൻസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഡെഫിനേഷനും കൂടെ നമുക്ക് കാണാം. അതാണ് നമ്മൾ ആക്ച്വലി പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ബോത്ത് ആർ ഈക്വിവാലൻറ്റ്. റൈറ്റ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത് ഫേസ് സ്പേസിലുള്ള പോയിൻറ്റ്സിനെ കുറിച്ചാണ്, റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ആ ലാംഗ്വേജിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. എന്തുകൊണ്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്? കാരണം നമ്മളൊരു റീജിയൻ എടുത്താൽ, ഓക്കെ, അതിൽ എത്ര റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് സ്പേസിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്താൽ ആ പോയിൻറ്റിന് ചുറ്റും, ഓക്കെ, ആ പോയിൻറ്റിന് ചുറ്റും എത്ര റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഉണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ദ ഡെൻസിറ്റി ഫംഗ്ഷൻ റോ is such that at any time t the number of representative points in the volume element d3nq d3np is given by rho multiplied by d3nq d3np. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ നമ്പർ ഡെൻസിറ്റി അല്ലെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അതിനൊരു വോള്യൂം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ വോള്യത്തിൽ എത്ര റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു തരും. ഓക്കെ, ഈ വോള്യത്തിൽ എത്ര റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഉണ്ടെന്ന് ഈ ഫംഗ്ഷനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. റൈറ്റ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം, നമ്മുടെ എൻസംബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എൻസംബിളും ഫേസ് സ്പേസിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു, ഓക്കെ, എന്നതിനെ കാണിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഗെയിൻ ദ ഡെൻസിറ്റി ഫംഗ്ഷൻ റോ ഇസ് സച്ച് ദാറ്റ് അറ്റ് എനി ടൈം ടി ദ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻ ദ വോള്യൂം എലിമെൻറ്റ് d3nq d3np, ഇത് ശരിക്കും ഉദ്ദേശിക്കുന്നത് dq1 dq2 up to dq3n multiplied by dp1 dp2 up to dp3n. അതാണ് ഈ d3nq d3np എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഫേസ് സ്പേസിലെ ഒരു വോള്യൂം എലിമെൻ്റ് ആണത്. ഓക്കെ, ഇറ്റ്സ് എ 6n ഡയമെൻഷണൽ വോള്യൂം. റൈറ്റ്. അപ്പോൾ റോ മൾട്ടിപ്ലൈഡ് ബൈ d3nq d3np gives you the number of representative points in a volume element d3nq d3np. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നെയ്ബർഹുഡിൽ എത്ര റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് ഉണ്ടാവും, നമ്മുടെ സിസ്റ്റത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന എത്ര റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു തരുന്ന ഫംഗ്ഷനാണ് റോ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ച്വലി ടെൽസ് us how the ensemble is distributed in a phase space. Alright. Clearly, the density function symbolizes the manner in which the members of the ensemble are distributed over all possible microstates at different instants of time. Alright. The density function symbolizes the manner in which the members of the ensemble are distributed over all possible microstates at different instants of time. Fine. ഇതാണ് ഞാൻ ഇത്ര സമയം ഡിസ്കസ് ചെയ്തത്. നമ്മൾ എർഗോഡിക് സിസ്റ്റംസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എർഗോഡിക് സിസ്റ്റംസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ലോങ് ടൈം ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ എൻസംബിൾ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എൻസംബിൾ ആവറേജ് ആണ് ഇനി മുതൽ നമ്മൾ നോക്കുന്നത്. ഓൾറൈറ്റ്, അതാണ് എൻസംബിൾ ആവറേജ്. ദ എൻസംബിൾ ആവറേജ് ഓഫ് എ ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി എഫ് ഓഫ് ക്യൂ പി വിച്ച് മേ ബി ഡിഫറെൻറ്റ് ഫോർ സിസ്റ്റംസ് ഇൻ ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റ്സ് വുഡ് ബി ഗിവൺ ബൈ. അപ്പോൾ എൻസംബിൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ എടുക്കുക. ഇറ്റ് കുഡ് ബി എനി മെഷറബിൾ ക്വാണ്ടിറ്റി. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ എടുക്കുകയാണ്. ഈ ഫംഗ്ഷൻ്റെ ആവറേജ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ദിസ് ഇസ് ജനറലി ഫംഗ്ഷൻ ഓഫ് ക്യൂ പി ആൻഡ് ലെറ്റ്സ് സേ ഫംഗ്ഷൻ ഓഫ് ക്യൂ ആൻഡ് പി.
ഓക്കെ, ടി ഡിപ്പെൻഡൻസ് നമുക്ക് ഇപ്പോൾ നോക്കണ്ട. ഫംഗ്ഷൻ ഓഫ് ക്യൂ കൊമ പി, അതായത് ഒരു മൈക്രോസ്റ്റേറ്റ്, ഒരു പെർട്ടിക്കുലർ മൈക്രോസ്റ്റേറ്റ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. വേറെ മൈക്രോസ്റ്റേറ്റ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് സെയിം വാല്യൂ ആയിരിക്കും, ഡിഫറൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ആവറേജ് ആണ്. ഇതിൻ്റെ ആവറേജ് ആണ്, ദ ആവറേജ് വാല്യൂ ഓഫ് എഫ്. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു ടേക്ക് ഈച്ച് at each point you take the value of the function, multiply it with the probability. അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണ് ഈ പ്രോബിലിറ്റി കോൺസെപ്റ്റ്. നമുക്ക് ആവറേജ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ദ ആവറേജ് വാല്യൂ ഓഫ് ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് യു ഐ, ഡിസ്ക്രീറ്റ് കേസിലാണെങ്കിൽ യു ടേക്ക് എഫ് ഓഫ് യു, ഓക്കെ, you take f of u I, multiply it with the corresponding probability and you add, okay, that will give you the average value. Okay, അത് exactly same thing ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, continuous case ആണെന്ന് മാത്രം. Okay, so you take f of q comma p and then you multiply it with the probability, okay, the probability that your representative point is within this volume. Okay, q comma p, ഈ probability എങ്ങനെ നമുക്ക് എടുക്കുക? probability എന്ന് പറയുന്നത് the probability that your system is in a particular volume in phase space. ഈ പ്രോബിലിറ്റി നമുക്ക് എങ്ങനെ എടുക്കുക? ഒരു പെർട്ടിക്കുലർ വോളിയം എടുക്കുകയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ വോളിയത്തിലുള്ള നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എടുക്കുക. ഓക്കെ, ഈ പെർട്ടിക്കുലർ വോളിയത്തിലുള്ള നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എടുക്കുക. യു ഡിവൈഡ് ഇറ്റ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ്. ഓക്കെ, ദാറ്റ് വിൽ ഗിവ് യു ദ പ്രോബിലിറ്റി. നമ്മൾ ആദ്യം പ്രോബിലിറ്റി കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്ത് തന്നെ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ എഫ് ഓഫ് ക്യൂ കൊമ പി എന്ന് പറയുമ്പോൾ ഈ ക്യൂ കൊമ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മുടെ ഫേസ് സ്പേസിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിൻ്റാണ്. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ. ഓൾറൈറ്റ്, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സിസ്റ്റം ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയിന്റിലായിരിക്കാനുള്ള പ്രോബിലിറ്റി കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്? യു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് വിത്തിൻ ദാറ്റ് റീജിയൻ. Okay, you multiply it with the number of representative points with the value q comma p. Alright, ഇത് നമ്പർ ആണ്, നമുക്ക് പ്രോബിലിറ്റി ആണ് വേണ്ടത്. So then you divide it by the total number of representative points. That would be rho of q comma p d3nq d3np. Okay, ഇത് ഒരു പെർട്ടിക്കുലർ ഇതിൻ്റെ this is simply like f of u I multiplied by p of u I. നമുക്ക് വേണ്ടത് ഒരു സമ്മേഷൻ ഓവർ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ഐ ആണ്. ഇൻ ദിസ് കേസ് ദിസ് ആൻ ഇൻറ്റഗ്രേഷൻ ഓവർ ഓൾ പോസിബിൾ or the entire phase space or the entire relevant region of the phase space. Actually it could be the entire phase space, but only the relevant region of the phase space will give you some non-zero contribution to it. ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, സോ ദ ആവറേജ് വാല്യൂ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ക്യൂ കൊമ പി മൾട്ടിപ്ലൈഡ് ബൈ the probability that your system is at a point q comma p. Then you integrate over all phase space. That will give you the average value. Alright, that's the basic definition of an average value. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. This is the basic definition of the average value. P rho of q comma p d3nq d3np divided by integral rho of q comma p d3nq d3np എന്ന് പറയുന്നതാണ് probability. This is the probability. Probability for what? Probability that your representative point will be in a small volume element d3nq d3np. d3nq d3np എന്നുള്ള ഒരു വോളിയം എലിമെൻറ്റിൽ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് ഈ എഴുതിയിരിക്കുന്നത്. ദിസ് ഇസ് ദ പ്രോബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്കിൽ ഈ മൊത്തം ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള തന്നെയാണ് ഫേസ് സ്പേസ് ഡെൻസിറ്റി എന്ന് വിളിക്കുക. ഈ കേസിൽ നമ്മൾ നമ്പർ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ ആവറേജ് വാല്യൂ ഓഫ് എഫ്, ദ ആവറേജ് വാല്യൂ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു, alright, you take f of q comma p, multiply it by rho of q comma p comma t d3nq d3np divided by integral, okay, divided by integral rho of q comma p comma t d3nq d3np. അതായത് this actually is saying that f of u, okay, that's equal to, അല്ലെ f of x എന്ന് എഴുതാം. x എന്ന് പറയുന്നത് it could be some point in phase space. This is equal to f of x, okay, multiplied by p of x integral p of x dx. ഓക്കെ, ഈ പി ഓഫ് എക്സിൻ്റെ സ്ഥാനത്താണ് ഇവിടെ എക്സ് എന്ന് പറയുന്ന ഫേസ് സ്പേസിലെ ഒരു പോയിൻ്റ് ആണെങ്കിൽ ഈ പി ഓഫ് എക്സിൻ്റെ സ്ഥാനത്താണ് ഈ പ്രോബിലിറ്റിയാണ് റോ ഓഫ് ക്യൂ കൊമ പി കൊമ ടി d3nq d3np ഡിവൈഡഡ് ബൈ ഇൻറ്റഗ്രൽ. അപ്പോൾ ഈ മുഴുവൻ ഈ ബോക്സിലിട്ടിരിക്കുന്ന മുഴുവൻ കാര്യമാണ് ആക്ച്വലി പ്രോബിലിറ്റി ഓഫ്, ദിസ് ഇസ് ആക്ച്വലി ദ പ്രോബിലിറ്റി, ദിസ് ഇസ് ആക്ച്വലി പ്രോബിലിറ്റി ഓഫ് ക്യൂ കൊമ പി. Right, roughly speaking.
റൈറ്റ്. ആക്ച്വലി കണ്ടിന്യൂസ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്കൊരു പോയിന്റിനുള്ള പ്രോബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് ഒരു ചെറിയ വോള്യൂം എലിമെൻറ്റിൽ, ഒരു ചെറിയ റീജിയണിൽ ആയിരിക്കാനുള്ള പ്രോബിലിറ്റിയെ കുറിച്ചാണ്. റൈറ്റ്. That's because it's continuous. So this is your definition for ensemble average. Please try to remember this. So we have got ensemble average. Now we can find the time average just by calculating the ensemble average if you know the distribution of your ensemble, or the distribution of your system in the distribution of the ensemble over all possible microstates. The distribution function kitti kazhinjal our work is done. We can simply find the average value of any physical quantity. I hope this is clear. It's an important concept. So now we have defined the concept of a density function. All right. So the integration extends over the whole of phase space. However, it's only the populated region of the phase space that really contribute. Right. നമ്മൾ entire phase spaceലുള്ള integration എടുക്കണം. But usually the density function is 0 outside a given region, outside a finite region in phase space. ഇപ്പോൾ നമ്മൾ എനർജി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ എനർജി ഒരു H=E എന്ന് പറയുന്ന എനർജി ഫിക്സ്ഡ് ആണെങ്കിൽ ഈ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു സർഫസ് ഉണ്ടാവും. ആ സർഫസിൽ മാത്രമേ റോ നോൺ സീറോ ആയിരിക്കുള്ളൂ. ഓക്കെ. ഇപ്പോൾ H=T എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ പറയുകയാണെങ്കിൽ, imagine this is your n dimensional phase space of some shape, doesn't matter. Okay. What happens with H=E? H=E defines a surface. Okay. H=E defines a surface. ഇനി H=E എന്ന് പറഞ്ഞ് ഡിഫൈൻ സർഫസ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് സർഫസ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് അവർ റോ ഇസ് നോട്ട് സീറോ വിത്തിൻ ദി സർഫസ് ആൻഡ് റോ ഇസ് സീറോ എവറിവെയർ എൽസ്. റോ ഇസ് സീറോ എവറിവെയർ എൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് cannot be anywhere else. All right. Okay, so we note that in general the ensemble average f may itself be a function of time. The ensemble average itself can change. Now we have the concept of a stationary ensemble. An ensemble is said to be stationary if rho does not explicitly depend on time. Okay, അതായത് ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0. എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റോ ഓഫ് ക്യൂ പി ടി എന്നാണ് പറഞ്ഞത്. റൈറ്റ്. അതായത് ദ ടി വിൽ അപ്പിയർ സംവെയർ എക്സ്പ്ലിസിറ്റ്ലി. ഇതിന് ഓൾറെഡി ഒരു ഇംപ്ലിസിറ്റ് ടൈം ഡിപ്പെൻഡൻസ് ഉണ്ട്, ബിക്കോസ് ക്യൂ ഡിപ്പെൻഡ്സ് ഓൺ ടി ആൻഡ് പി ഡിപ്പെൻഡ്സ് ഓൺ ടി സെപ്പറേറ്റ്ലി. Okay, but if you have an extra explicit dependence or the direct dependence of rho on t, then it cannot be a stationary ensemble. But if this t does not exist, if there is no explicit dependence on time, then dou rho by dou t will be equal to 0. പക്ഷേ d rho by dt 0 അല്ല, d rho by dt ഇപ്പോഴും 0 ആണെന്ന് ഇത് ഡിമാൻഡ് ചെയ്യുന്നില്ല. Okay, this does not say that d rho by dt is 0. This only says that dou rho by dou t. So the partial derivative with respect to time is equal to 0 for a stationary ensemble. Okay, for a stationary ensemble. അപ്പോൾ ഈ ഇതുകൊണ്ടുള്ള ഈ രണ്ടിൻ്റെയും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. d rho by dt എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ആണ്. This is simply dou rho by dou qi. Again I am using Einstein summation convention. Okay, this is dou rho by dou qi dot plus dou rho by dou pi dot plus dou rho by dou t. Okay, rho will change in time due to the change of qi and pi with time. Qi and pi and time will change, rho change. All right. Rho also will change because it has an explicit dependence on time. നമ്മൾ പറയുന്നത് സ്റ്റേഷനറി എൻസംബിൾ എന്ന് പറയുമ്പോൾ ഡോ റോ ബൈ ഡോ ടി മാത്രം 0 ആണ്. ഇഫ് ദിസ് ഇസ് 0 then we say that the ensemble is stationary. Alright. ഇനി അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനറി എൻസംബിൾ ആണെങ്കിൽ ഡോ റോ ബൈ ഡോ ടി 0 ആണെങ്കിൽ this ensemble average will be independent of time. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റംസിനെ കുറിച്ചാണ്. അപ്പോൾ ഈക്വിലിബ്രിയം സിസ്റ്റംസിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഈ രീതിയിലുള്ളതായിരിക്കും. ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും ഈക്വിലിബ്രിയം. ഓക്കെ, കാരണം മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ വാല്യൂസ് ഒന്നും തന്നെ ചേഞ്ച് ചെയ്യുന്നില്ല, ആവറേജ് വാല്യൂസ് ഒന്നും തന്നെ ടൈമിൽ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0 ആണെങ്കിൽ such a system can represent a system in equilibrium. Okay, a stationary ensemble qualifies to represent a system in equilibrium. Okay, I hope these concepts are clear. There are a lot of concepts here. Okay, all right. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ HSSTയുടെയോ PSCയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് അവർ ഡയറക്റ്റായിട്ട് ചോദ്യം ചോദിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടുന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. all right,
the ensemble average, okay, the ensemble average of some function is independent of time if എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് തരുകയാണ്. ആൻഡ് അതിലൊരു ഓപ്ഷൻ ഡോറോ ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്നുള്ളതായിരിക്കാം. റൈറ്റ്, സോ ദീസ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ ദ എക്സാം. ബട്ട് നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ല ചോദിക്കുന്നത്. പകരം ഇതുപോലുള്ള കോൺസെപ്ച്വൽ ചോദ്യങ്ങളാണ് മിക്കവാറും ചോദിച്ചാണ്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെയധികം കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും അങ്ങനെ ചോദിച്ച് കാണാറില്ല. ചെറിയ ചെറിയ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇതുപോലുള്ള കോൺസെപ്റ്റ്സിലായിട്ടുള്ള ചോദ്യം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ട്രൂ, ഇഫ് ദിസ് ഇസ് ട്രൂ ദെൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ പോസിബിലിറ്റി എന്നിങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ച് കാണാറ്. റൈറ്റ്, സോ ദാറ്റ്സ് ദ റീസൺ വൈ വി ടേക്ക് ടൈം ആൻഡ് എഫേർട്ട് ടു elaborate these concepts. Okay, all right. The next thing we need to discuss is the Liouville's theorem. And we'll also discuss its consequences. അപ്പോൾ നേരത്തെ തന്നെ ഈ ഫേസ് സ്പേസ് വോളിയം എലിമെൻറ്റ് ചേഞ്ച് ചെയ്യില്ല എന്ന രീതിയിൽ ലീവിൽസ് തിയറം ഞാൻ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്തു. നമ്മളിവിടെ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ബിഹേവിയറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറം ആൻഡ് ലെറ്റ്സ് ട്രൈ ടു ഡിസ്കസ് ദിസ് തിയറം നൗ. ഓക്കെ, അപ്പോൾ വീണ്ടും ഇത് ഫേസ് സ്പേസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. Right, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൺസിഡർ ആൻ ആർബിട്രറി വോളിയം ഒമേഗ ഇൻ ദ റെലവൻറ്റ് റീജിയൻ ഓഫ് ദ ഫേസ് സ്പേസ്. റൈറ്റ്, സോ വി ഹാവ് ഗോട്ട് എ റെലവൻറ്റ് റീജിയൻ, വി ഹാവ് ഗോട്ട് സം ഫേസ് സ്പേസ്. ഓക്കെ, വി ഹാവ് ഗോട്ട് സം ഫേസ് സ്പേസ്. റൈറ്റ്, വി ആർ കൺസിഡറിങ് എ സ്മോൾ വോളിയം, some arbitrary volume omega. It doesn't matter what kind of volume, it doesn't matter what shape of volume you are considering. Remember that this is a 6n-dimensional volume. Okay, so consider an arbitrary volume omega in the relevant region of the phase space and let the surface enclosing this volume be denoted by sigma. Right, നമ്മളൊരു വോളിയം എടുക്കുകയാണെങ്കിൽ there is certainly a surface enclosing it. അല്ലേ, നമ്മളിപ്പോൾ ഒരു സ്ഫിയർ എടുക്കുകയാണെങ്കിൽ, വോളിയം ഓഫ് സ്ഫിയർ എടുക്കുകയാണെങ്കിൽ that volume is enclosed by the surface of the sphere. Right, in the similar way, when you say that there is a omega is a volume, an arbitrary volume in phase space, there is a surface surrounding this volume and this surface we denote by sigma. അപ്പോൾ ഒമേഗ എന്ന് പറയുന്ന വോളിയം ആണ്, സിഗ്മ എന്ന് പറയുന്നത് അതിനെ സറൗണ്ട് ചെയ്യുന്ന സർഫസ് ആണ്. റൈറ്റ്, നമ്മൾ ഒരു ഈ വോളിയത്തിൽ തന്നെ നമുക്ക് ചെറിയൊരു സർഫസിൻ്റെ ചെറിയൊരു ഏരിയ എടുക്കാം. ഈ സർഫസിൽ തന്നെ ചെറിയൊരു റീജിയൻ എടുക്കാം. ഈ ഒരു സ്മോൾ റീജിയൻ ഓഫ് സർഫസ് ഇതിനെ നമുക്ക് ഡി സിഗ്മ എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഡി സിഗ്മയുടെ നോർമൽ വെക്ടറാണ് എൻ ക്യാപ്. നമുക്കറിയാം ഏരിയയ്ക്ക് നമ്മൾ യൂഷ്വലി ഒരു ഡയറക്ഷൻ കൊടുക്കാറുണ്ട്. ഡയറക്ഷൻ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ അതിന് നോർമലായിട്ടുള്ള യൂണിറ്റ് വെക്ടർ, ഇതാണ് ഏരിയയുടെ ഡയറക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അല്ലെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഈ മാഗ്നിറ്റ്യൂഡ് ഇതിൻ്റെ ഏരിയ തന്നെയായിരിക്കും, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ നോർമൽ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ ഡി സിഗ്മ എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയ ആണ്. മൊത്തം ഏരിയയിൽ ചെറിയൊരു ഭാഗം നമ്മൾ എടുക്കുകയാണ് ഡി സിഗ്മ. അതിന് നോർമലായിട്ടുള്ള വെക്ടറാണ് എൻ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഡി സിഗ്മ എൻ ക്യാപ്പ് ആണ്. ജനറലി ഈ ഓരോ പോയിന്റിലും ഈ ഏരിയയുടെ ഡയറക്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും. അല്ലേ, ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ഏരിയ എലിമെൻ്റ് എടുക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദിസ് ഇസ് സം വോള്യം. ഓക്കെ, ഇത് ഡി സിഗ്മ എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസ് ഏരിയ ആണ്. ദിസ് ഇസ് എ ബേസ് ഏരിയ ആൻഡ് വി ആർ കൺസിഡറിങ് എ വോള്യം d sigma with base area d sigma and height v dt. Okay, ഇതിൻ്റെ അർത്ഥം ഇതാണ്. ഇത് dt v dt എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലെങ്ത്. ഓക്കെ, ഇറ്റ്സ് എ ലെങ്ത്. ഓൾറൈറ്റ്, അതായത് v എന്നുള്ള വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസ്, ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത് q i ഡോട്ടും p i ഡോട്ടും ആണ്. ഓക്കെ, നമ്മൾ യൂഷ്വൽ സ്പേസിലുള്ള വെലോസിറ്റി അല്ല, ഫേസ് സ്പേസിലുള്ള വെലോസിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, ക്യു ഐ ഡോട്ട് പി ഐ ഡോട്ട്, ഇതാണ് ഇതിൻ്റെ കോമ്പോണൻസ്. ഓക്കെ, അപ്പോൾ ഈ വെലോസിറ്റി വെക്ടർ എന്ന് പറയുമ്പോൾ ഒരു സ്പേഷ്യൽ വെക്ടർ അല്ല, പകരം ഒരു ഫേസ് സ്പേസ് വെക്ടറാണെന്ന് ഓർമ്മ വേണം. ഒരു ഫേസ് സ്പേസ് വെക്ടറാണ്, ഫേസ് സ്പേസിലുള്ളൊരു വെക്ടർ ക്വാണ്ടിറ്റി. നമ്മൾ വെക്ടർ ഫീൽഡിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഓൾറൈറ്റ്, ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ നമുക്കറിയാം വി എന്നുള്ള വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾ, വി എന്ന വെലോസിറ്റി, ഫേസ് സ്പേസിലുള്ള വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾസ് ഡി ടി എന്ന ടൈമിൽ ഓക്യുപ്പൈ ചെയ്യുന്ന വോള്യമാണിത്. ദാറ്റ്സ് റഫ്ലി ഇറ്റ്.
നമുക്കിനി the rate at which the number of representative points in this volume increases എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്കറിയാം. അപ്പോൾ റോ ഇസ് ദ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻ യൂണിറ്റ് വോളിയം. റോ ഡി ഒമേഗ ഇസ് ദ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻ എ സ്മോൾ വോളിയം എലിമെൻറ്റ് ഡി ഒമേഗ. ഇൻറ്റഗ്രൽ റോ ഡി ഒമേഗ over the entire volume. This is the number of representative points in the entire volume. Okay, this is the number of representative points in the entire arbitrary volume omega. Alright, അപ്പോൾ ഒമേഗ എന്ന് പറയുന്ന വോള്യത്തിലുള്ള റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ഓക്കെ, എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, റേറ്റ് ഓഫ് ഇൻക്രീസ് നമുക്ക് നോക്കാം. ദാറ്റ് സിംപ്ലി ഡോ ബൈ ഡോ ടി ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ്. ഓക്കെ, ഹൗ ഡസ് ദിസ് നമ്പർ ഇൻക്രീസ്, ഓക്കെ, ഇതെങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നതാണ് ഡോ ബൈ ഡോ ടി ഓഫ് ഇൻറ്റഗ്രൽ റോ ഡി ഒമേഗ. ഇത് കുഴപ്പമില്ല, ഡി ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വോള്യൂം എലിമെൻറ്റ് ഇൻ ഫേസ് സ്പേസ്. ഓക്കെ, ഡി ഒമേഗ ഇസ് ഈക്വൽ ടു d3nq d3np. ഓൾറൈറ്റ്, okay, ini on the other hand the net rate at which the representative points flow out of omega is given by rho v dot n cap d sigma integrated over the area sigma. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വോള്യം, ഒരു ഫേസ് സ്പേസ് വോള്യമാണ് എടുത്തത്. ഓക്കെ, ഈ ഫേസ് സ്പേസ് വോള്യത്തിൻ്റെ ഉള്ളിൽ ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് കാണിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ, എങ്ങനെ ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് കാണിക്കുന്നത് ഡോ ബൈ ഡോ ടി ഓഫ് നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻ ഒമേഗ. മറ്റ് ഈ എക്സ്പ്രഷനാണ്. റൈറ്റ്, അതേസമയം നമുക്കറിയാം ടൈം എവല്യൂഷൻ കാരണം റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്, ചില ഭാഗത്തൂടെ പുറത്ത് കിടക്കുന്നുണ്ട്, ഇത് നമ്മൾ ഫ്ലക്സ് എന്നാണ് പറയുക. ഫ്ലക്സ്, ദർ ഇസ് എ ഫ്ലക്സ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് അക്രോസ് ദ ഏരിയ കവറിങ് യുവർ വോള്യൂം. റൈറ്റ്, ഇനി ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് റോ വി ഡോട്ട് എൻ ഡി സിഗ്മ. റൈറ്റ്, ഇറ്റ്സ് വി ഡോട്ട് എൻ ഡി സിഗ്മ. ഇവിടെ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഡോട്ട് എൻ വരുന്നത് കൊണ്ടാണ്. ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ലെറ്റ്സ് എ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഓക്കെ പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ഏരിയ. ഓക്കെ, അതായത് നമ്മളൊരു ഏരിയ എലിമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എൻ ക്യാപ്പിനുള്ള ഡയറക്ഷൻ ഇതാണ്. റൈറ്റ്, ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് എത്ര റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് കടന്നു പോകുന്നു എന്നുള്ള അളവാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ഏരിയ ആയിട്ട്, ഓക്കെ, എല്ലാ ഇതുമല്ല, ഇതിന് പെർപെൻഡിക്കുലറായിട്ട് എത്ര കടന്നു പോകുന്നു. ദിസ് ദ ഡെഫിനേഷൻ ഓഫ് ഫ്ലക്സ്. റൈറ്റ്, ദാറ്റ്സ് വൈ വി ഹാവ് റോ വി ഡോട്ട് എൻ ക്യാപ് ഡി സിഗ്മ. അതായത് വി ആർ നോട്ട് ടേക്കിംഗ് ഓൾ വി, എല്ലാ വെലോസിറ്റി നമ്മൾ എടുക്കുന്നില്ല. യു ആർ ഓൺലി ടേക്കിംഗ് ദ കോമ്പോണൻറ്റ്സ് ഓഫ് വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എൻ ക്യാപ്. അതായത് ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനാണ് അല്ലേ, ഇതാണ് ഏരിയയുടെ ഡയറക്ഷൻ. അപ്പോൾ ഇത് വി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുഴുവൻ വി എടുക്കുന്നില്ല. വി ആർ ഓൺലി ടേക്കിംഗ് ദോസ് കോമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഏരിയ ഓർ പാരലൽ ടു ദ ഏരിയ വെക്റ്റർ. ഓക്കെ, പാരലൽ ടു ദ ഏരിയ വെക്റ്റർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ ഏരിയ. ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റി കോമ്പോണൻറ്റ്സ് മാത്രം നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. ഓൾറൈറ്റ്, സോ വാട്ട് ഈസ് വി ഡോട്ട് എൻ? Okay, remember this is a vector in phase space. Okay, v vector dot n cap is the component of velocity perpendicular to the area d sigma. All right, okay, so rho multiplied by v dot n cap. Okay, this actually quantifies the number of representative points per unit area, per unit time, per unit perpendicular area. അതിൻ്റെ നമ്മൾ ഡയമെൻഷനിലായിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. റോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നമ്പർ പെർ വോള്യൂം, ദ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻ എ യൂണിറ്റ് വോള്യൂം. ഓക്കെ, നൗ യു ആർ മൾട്ടിപ്ലൈയിങ് ഇറ്റ് വിത്ത് സം കോമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി ഹാസ് ഡയമെൻഷൻസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം dx by dt. All right, okay, and ഇതിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ there is a volume here, there is a dx here. Okay, so volume എന്ന് പറയുന്നത് dx, വോള്യൂം എലിമെൻറ്റ് എന്ന് പറയുന്നത് dx dy dz ആണ്. dx dy dz ആണ്. അപ്പോൾ dx ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ that becomes n divided by dy dz dt.
Okay, so this is the number of representative point per unit area dy dz. അത് നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് dx, നമ്മൾ dx ഡയറക്ഷനിലുള്ള പാർട്ടിക്കിൾസിനെ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ dy dz എന്നുള്ള ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണത്. Alright, per unit time. Okay, then you multiply it by the corresponding area. This is per unit perpendicular area. You multiply it by the corresponding area. This will be the number of representative points passing through d sigma. Number of representative points passing through d sigma. Now, if you integrate this over all sigma, if you integrate this over all of sigma, okay, you will get the number of representative point flowing out of the given area. Right? അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത് ഈ വോളിയം എലിമെൻറ്റിൻ്റെ സർഫസിൽ ഒരു ചെറിയ റീജിയൻ എടുത്തു, ഇതിൽ കൂടെ കടന്നു പോകുന്നു, ഇതിൽ കൂടെ പുറത്തേക്ക് പോകുന്ന റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിൻ്റെ എണ്ണമാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദിസ് തിങ്. റൈറ്റ്, നൗ ഇഫ് യു ഇൻറ്റഗ്രേറ്റ് ദിസ് ഓവർ എൻറ്റയർ ഡി സിഗ്മ, ഈ സിഗ്മ എന്നുള്ള ഏരിയ മുഴുവൻ നമ്മൾ ഇതുപോലെ ചെറിയ ഏരിയാസ് ആക്കി എടുത്തിട്ട് ഓക്കെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ്റെ അർത്ഥം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ആക്ച്വലി ഗിവ്സ്, ദിസ് ഇക്വേഷൻ ആക്ച്വലി ഗിവ്സ് ദ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് flowing out, okay, flowing out of omega, number of representative points flowing out of omega. All right. അപ്പോൾ ഇവിടെ v എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെലോസിറ്റി വെക്റ്റർ ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻ ദ റീജിയൻ ഓഫ് ദ സർഫസ് എലിമെൻറ്റ് d sigma, in the region of the surface element d sigma, while n cap is the outward unit vector normal to this element. റൈറ്റ്, അപ്പോൾ ഇത് ഈ ക്വാണ്ടിറ്റി ഇത് ആക്ച്വലി ക്വാണ്ടിഫൈ ചെയ്യുന്നതിൻ്റെ ഫ്ലക്സ് ആണ്. റൈറ്റ്, അതായത് ഡി സിഗ്മ ഈ ഒരു ക്വാണ്ടിറ്റി ക്വാണ്ടിഫൈ ചെയ്യുന്നത് ഡി സിഗ്മ എന്നുള്ള ഏരിയയിലൂടെ എത്ര റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് കടന്നു പോകുന്നുണ്ട് ഒരു യൂണിറ്റ് ടൈമിൽ. ഓക്കെ, ഡി സിഗ്മ എന്നുള്ള ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, അത്ര സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇഫ് ഇൻറ്റഗ്രേറ്റ് ഓവർ all sigma, that will give you the total outflow of particles. Okay, the total, so not particles, representative points. Okay, total outflow of representative points across the surface of the volume. Okay, all right. ഇനി നമുക്ക് ഡൈവേർജൻസ് തിയറം അറിയാം. നമ്മൾ ഡൈവേർജൻസ് തിയറം പഠിച്ചിട്ടുണ്ടാവും, ഗോസ് ഡൈവേർജൻസ് തിയറം എന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. റൈറ്റ്, അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഒരു സർഫസ് ഇൻറ്റഗ്രലാണ്. Right, so the divergence theorem actually allows you to change the surface integral into volume integral. Okay, it allows to change the surface integral into a volume integral. എന്ത് ചെയ്താൽ മതി, ഈ ക്വാണ്ടിറ്റിയുടെ ഡൈവേർജൻസ് എടുത്തിട്ട് അത് വോളിയം ഇൻറ്റഗ്രൽ ആക്കി നമുക്ക് എഴുതാൻ കഴിയും. Right, I think this is the Gauss divergence theorem. We can check that. ഇവിടെ നമ്മൾ അതിൻ്റെ ഉപയോഗിക്കുന്ന അതിൻ്റെ n dimensional generalization ആണ്. Right, അപ്പോൾ നമ്മൾ ഡൈവേർജൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ യു ആർ ടോക്കിംഗ് അബൌട്ട് ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ. അല്ലേ, യൂഷ്വലി നമ്മൾ 3 dimensionൽ ഒരു വെക്റ്ററിൻ്റെ ഡൈവേർജൻസിനെ കുറിച്ചാണ് പറയുക. ഡൈവേർജൻസ് ഓഫ് വെക്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഡോ വി എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ വി സെഡ് ബൈ ഡോ സെഡ്. ഇതിനെയാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. അല്ലേ, റൈറ്റ്. ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് എൻലൈറ്റനിങ് ആവും. നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്യണം. ഇതിന് നമുക്കിങ്ങനെ എഴുതാം, ഡോ വി 1 ബൈ ഡോ എക്സ് 1, അതായത് നമ്മൾ എക്സ് വൈ സെഡ് എന്ന് ഡിനോട്ട് ചെയ്യുന്നതിന് പകരം 1 2 3 എന്നാണ് കോമ്പോണൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ജനറലൈസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഡോ വി 2 ബൈ ഡോ എക്സ് 2, അതായത് വൈ എന്ന് പറയുന്നത് വൈ എന്നുള്ളതിനെ നമ്മൾ എക്സ് 2 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, എക്സ് എന്നുള്ളതിനെ എക്സ് 1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് ഡോ വി 3 ബൈ ഡോ എക്സ് 3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ 3 dimension നോക്കുകയാണെങ്കിൽ x1 x2 x3 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കോമ്പണൻറ്റ്സ്, സെപ്പറേറ്റ് ആയിട്ടുള്ള കോമ്പണൻറ്റ്സ്. റൈറ്റ്, അപ്പോൾ n ഡയമെൻഷനിലേക്ക് എത്തുകയാണെങ്കിൽ ഇതിനെ ജനറലൈസേഷൻ എളുപ്പമാണ്. n ഡയമെൻഷനിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ വെക്ടറിനും n കോമ്പണൻറ്റ്സ് ഉണ്ടാവും, നമ്മുടെ കോർഡിനേറ്റ്സും n നമ്പർ ഉണ്ടാവും. നമ്മുടെ കേസിലാണെങ്കിൽ 6n നമ്പർ ഉണ്ട്. റൈറ്റ്, അതായത് 3n മൊമെൻറ്റം കോർഡിനേറ്റും 3n പൊസിഷൻ കോർഡിനേറ്റ്സും നമുക്കുണ്ട്. റൈറ്റ്, അപ്പോൾ അതുകൊണ്ടാണ് അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഡൈവേർജൻസ് ഓഫ് റോ വി ഡി ഒമേഗ. ഡൈവേർജൻസ് തിയറത്തിലൂടെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതും, ദിസ് ഈക്വൽ ടു വോളിയം എലിമെൻറ്റ് ഓഫ് ഡൈവേർജൻസ് ഓഫ് ദിസ് വെക്റ്റർ, ഓക്കെ, ഡി ഒമേഗ. ദിസ് ഇസ് n dimensional divergence theorem. ഇനി ഡൈവേർജൻസ് ഓഫ് റോ വി വെക്ടർ എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു വി വെക്ടർ ഇസ് ദ വെലോസിറ്റി ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് ഇൻ ഫേസ് സ്പേസ്. Alright, it's not a usual velocity that you are familiar with, and this velocity vector has 6n components. This velocity vector has 6n components. Alright, so what you do is that നമ്മൾ ഈ 6n കോമ്പോണൻസിനെയും xi എന്ന് എഴുതുകയാണെന്ന് കരുതുക. Alright, ഈ 6n കോമ്പോണൻസിനെയും xi എന്ന് എഴുതാം. മൊമെൻറ്റും പൊസിഷനും ഒരുപോലെ നമ്മൾ xi എന്ന് എഴുതുകയാണ്. അതായത്
x1 is equal to q1 etc. x3n is equal to q3n. Alright, then x3n plus 1 എന്ന് പറയുന്നത് p1 ആണ്. ഈ രീതിയിലാണ് ഞാൻ പറയുന്നത്. Alright, അതുപോലെ x6n എന്ന് പറയുന്നത് p3n ആണ്. Alright, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് you take dou v1 by dou x1 plus dou v2 by dou x2. Okay, ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ plus etc. dou v6n divided by dou x6n. Alright, ഇത് വേണമെങ്കിൽ മുകളിൽ എഴുതാം, but doesn't matter. Alright, so that this is just a notation. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഫുൾ സമ്മേഷനിലെ 3n of them are derivatives with respect to coordinates and the rest of the 3n are derivatives with respect to momenta. Okay, നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. So that would be dou v1 or we can simply write it as dou vi by dou qi sum over I equal to 1 to 3n plus dou vi by dou pi again sum over I equal to 1 to 3n because there are 3n positions and 3n momenta. നമുക്ക് വേണമെങ്കിൽ n dimensional അല്ലെങ്കിൽ നമ്മുടെ 6n dimensional divergence ഇങ്ങനെ എഴുതാം. This is divergence of some v vector in 6 dimensions. Alright, I hope this generalization is clear. അപ്പോൾ നമ്മൾ ഈ ഡൈവേർജൻസ് ഓഫ് റോ വി വെക്ടർ നമ്മൾ അതാണ് ഇവിടെ ഇങ്ങനെ എഴുതുന്നത്. ഡൈവേർജൻസ് ഓഫ് റോ വി വെക്ടർ ഇസ് ഈക്വൽ ടു I equal to 1 to 3n ഡോ ബൈ ഡോ ക്യു ഐ റോ ക്യു ഐ ഡോട്ട്. കാരണം ഈ വി എന്ന് പറയുന്നത് ക്യു ഐ ഡോട്ട്, ഇതിൻ്റെ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ക്യു ഐ ഡോട്ട് പി ഐ ഡോട്ട് ആണ്. നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റിൻ്റെ വെലോസിറ്റി ആണ് പറയുന്നത്. Alright, so you have got dou qi, dou by dou qi, rho qi dot plus dou by dou pi, rho pi dot. Alright, I equal to 1 to 3n. അപ്പോൾ ഇവിടെ നമ്മളുടെ ഡൈവേർജൻസ് എടുക്കുന്ന വെക്ടർ എന്ന് പറയുന്നത് റോ വി വെക്ടറാണ്. ഈ റോ വി വെക്ടറിന് 6n കോമ്പണൻസ് ആണുള്ളത്, 3n പൊസിഷനും 3n മൊമെൻറ്റും. അതുകൊണ്ടാണ് you take 3n derivatives with respect to coordinates and 3n derivatives with respect to momenta. ഓക്കെ, അപ്പോൾ അത് സമ്മേഷൻ എല്ലാം കൂടെ നമുക്ക് പുറത്തെടുക്കാം. കാരണം there are 3n coordinates and 3n momenta. നമ്മൾ പറഞ്ഞ ഡൈവേർജൻസിൻ്റെ തന്നെ ജനറലൈസേഷനാണിത്. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമ്മൾ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം, there are no sources or sinks in the phase space. ഓക്കെ, ഫേസ് സ്പേസിൽ പുതിയതായിട്ട് പെട്ടെന്നൊരു റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ഉണ്ടായി വരുന്നൊന്നുമില്ല. ഓക്കെ, മുൻപുണ്ടായിരുന്ന റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് തന്നെ ഇങ്ങോട്ട് എത്തുന്നുള്ളൂ. നമ്മൾ ഫേസ് സ്പേസ് എടുക്കുകയാണെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ലേറ്റർ ടൈം ഇറ്റ് വിൽ റീച്ച് ചെയ്യുക. Alright, റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് കഴിയുമ്പോൾ ഇവിടെ 2 റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ആവില്ല. Alright, because each representative point will uniquely evolve into from one point of phase space into another point of phase space. Okay, അപ്പോൾ ഓരോ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് യൂണീക്ക് ആയിട്ട് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്കാണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി n റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ഈ ഓരോ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റും വേറെ ഒരു യൂണീക്ക് ആയിട്ട് വേറൊരു പോയിന്റിലേക്കാണ് എത്തുക. again after some time you will have n representative points. Alright, ഇനി ഇത് ഇങ്ങനെ ഇല്ലാത്തത് കാരണം ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് റിമെയിൻ കൺസേർവ്ഡ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് റിമെയിൻ കൺസേർവ്ഡ്. അതായത് ഒരു വോള്യം, ഓക്കെ, ഒരു വോള്യത്തിനകത്തുള്ള റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സിൻ്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് എൻറ്ററിങ് ദിസ് വോള്യം. Okay, so the increase in the number of representative points inside the volume must be equal to the number of representative points entering that volume through the surface. Okay, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച കാര്യം ഫ്ലക്സ് ഔട്ട്സൈഡ് ഓഫ് ദ സർഫസ് ആണ്. ഈ സർഫസിൽ കൂടെ പുറത്തേക്ക് പോകുന്നതാണ്. സോ അതിൻ്റെ മൈനസ് എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് entering through that surface. Okay, so this we can write it mathematically like this: the increase of the number of representative points within a volume omega has to be equal to the number of representative points which enter the volume through the surface. Okay, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇവിടെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള സോഴ്സസോ സിങ്സോ ഇല്ലാന്നുള്ള അസംഷൻ ഉപയോഗിക്കുന്നത്. ദ റെസ്റ്റ് ഇസ് ജസ്റ്റ് മാത്തമാറ്റിക്സ്. ഇത് നമുക്ക് പരിചയമായിട്ടുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ, നിങ്ങൾ ചാർജിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രോബബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെ ഫ്ലൂയിഡ് ഡൈനാമിക്സിലാണെങ്കിലൊക്കെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാകും. കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ അതേ ഫോമിലുള്ള ഒരു ഇക്വേഷനാണിത്. ഇനി ഇത് രണ്ടും ഡി ഒമേഗ ഇൻറ്റഗ്രേഷൻ ആയതുകൊണ്ട് യു ക്യാൻ കമ്പൈൻ ദിസ് ഇൻറ്റഗ്രേഷൻ ആൻഡ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡോ റോ ബൈ ഡോ ടി. യു ക്യാൻ പുൾ ദിസ് ഡോ ബൈ ഡോ ടി. സോ ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഡൈവേർജൻസ് ഓഫ് റോ വി വെക്ടർ
d omega is equal to 0. Now this integration will be satisfied. d omegയുടെ നേച്ചറിനെ കുറിച്ചോ ഷേപ്പിനെ കുറിച്ചോ യാതൊരു അസംഷനും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഇത് 0 ആവണമെങ്കിൽ, alright, this is some arbitrary volume, so this integration will be 0 only if the integrand is 0. അങ്ങനെയാണ് നമുക്ക് ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഡൈവേർജൻസ് ഓഫ് റോ വി വെക്ടർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ കിട്ടുന്നു. ഓൾറൈറ്റ്, ഇനി ഡൈവേർജൻസ് ഓഫ് റോ വി വെക്ടർ എന്നുള്ളത് ഇതൊരു ഡൈവേർജൻസ് എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. യു ഹവ് ഗോട്ട് റോ ആൻഡ് യു ഹവ് ഗോട്ട് വി വെക്ടർ, സോ യു ക്യാൻ യൂസ് ദ പ്രോഡക്റ്റ് റൂൾ. അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഡോ റോ ബൈ ഡോ ടി പ്ലസ് സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു ഡൈവേർജൻസ് ഓഫ് റോ വി വെക്ടർ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഈ ഡോ ബൈ ഡോ ക്യു ഐ ഓഫ് റോ ക്യു ഐ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു ഡോ റോ ബൈ ഡോ ക്യു ഐ, okay, multiplied by qi dot plus you have to use the product rule, okay, plus rho multiplied by dou qi dot by dou qi, okay, ഇതിനെ product rule ഉപയോഗിച്ച് മാത്രം. സിമിലർലി ഇവിടെ നമുക്ക് രണ്ട് ടേംസ് കിട്ടും. ഓൾറൈറ്റ്, അപ്പോൾ ആദ്യത്തെ ടേംസ് ആണിത്, ഡോ റോ ബൈ ഡോ ക്യു ഐ ഡോട്ട് പ്ലസ് ഡോ റോ ബൈ ഡോ പി ഐ ഡോട്ട്, ഓക്കെ, ജസ്റ്റ് ഫ്രം ഹിയർ. ഓൾറൈറ്റ്, ജസ്റ്റ് ഫ്രം ഹിയർ, കാരണം ഇവിടെ റോ ക്യു ഐ ഡോട്ടാണുള്ളത്. ഓക്കെ, സോ ഡോ റോ ബൈ ഡോ ക്യു ഐ ഡോട്ട് പ്ലസ് ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡോ റോ ബൈ ഡോ ക്യു ഐ പി ഐ ഡോട്ട് എന്ന് പറയും. ആ രണ്ട് ടേമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ രണ്ടാമത്തെ ടേമിൽ നിന്ന് നമുക്ക് റോ പുറത്തെടുക്കാം. ബാക്കിയുള്ള ഡോ ക്യു ഐ ഡോട്ട് ബൈ ഡോ ക്യു ഐ പ്ലസ് ഡോ പി ഐ ഡോട്ട് ബൈ ഡോ പി ഐ. റൈറ്റ്, അത് നമ്മൾ സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു 1 to 3 അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഈക്വൽ ടു 0. റൈറ്റ്, ഇതാണ് നമ്മുടെ കണ്ടീഷനായിട്ട് വരുന്നത്. റൈറ്റ്, ഇനി ഈ ടേം 0 ആണെന്ന് കാണാൻ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം ദിസ് ഇസ് ഡോ ക്യു ഐ ഡോട്ട് ബൈ ഡോ ക്യു ഐ. റൈറ്റ്, ഇനി ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഇത് ഒബേ ചെയ്യുന്നുണ്ട്. ഹാമിൽട്ടൺസ് ഇക്വേഷൻ അനുസരിച്ചാണ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ഇവോൾവ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, വാട്ട് ഇസ് ദിസ് ക്യു ഐ ഡോട്ട്? ക്യു ഐ ഡോട്ട് ഇസ് ഡോ എച്ച് ബൈ ഡോ പി ഐ. സോ ദിസ് ഇസ് ആക്ച്വലി ഡോ ബൈ ഡോ ക്യു ഐ ഓഫ് dou h by dou pi. Okay, yes, and what's the next term? This is dou by dou pi of dou h by dou qi with a minus sign. Correct? In the partial derivatives on, you can interchange this, so these terms are exactly the same. It's dou h by dou qi, dou square h by dou qi dou pi minus dou square h by dou qi dou pi, because the partial derivatives can be interchanged. So this term will vanish by Hamilton's equations of motion. We are left with this d rho by dt is equal to dou rho by dou t plus rho with h. Okay, so this is, sorry, we didn't, so this is, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്, അതായത് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് അല്ലെങ്കിൽ ദർ ആർ നോ സോഴ്സസ് ഓർ സിങ്സ് ഫോർ ദ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഡോ റോ ബൈ ഡോ ടി പ്ലസ് ദിസ് തിങ് summation over I equal to 1 to 3n dou rho by dou qi dot plus dou rho by dou pi dot is equal to 0 എന്നുള്ളതാണ്. Alright, now what is this? This is nothing but the total time derivative of rho അല്ലേ. ഇതിൻ്റെ this is a function of qi, pi and t. നമ്മൾ നേരത്തെ എഴുതിയതാണ്. This is nothing but the total time derivative of rho അല്ലേ. dou rho by dou t plus, okay, dou rho by dou qi dot plus dou rho by dou pi dot. Of course, you have to sum over all the coordinates. Alright, അതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത് this condition can be written as d rho by dt is equal to 0. Okay, so we have got d rho by dt is equal to dou rho by dou t. ഇനി ഇതിനെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോസോൺ ബ്രാക്കറ്റിൻ്റെ ടേംസിൽ എഴുതാം. But you can write this in terms of the Poisson bracket. Just give me a second. എന്തുകൊണ്ട് അതിന് Poisson ബ്രാക്കറ്റിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും? ദിസ് ഇസ് ഡോ റോ ബൈ ഡോ ക്യു ഐ. വാട്ട്സ് ക്യു ഐ ഡോട്ട്? ദാറ്റ്സ് ഡോ എച്ച് ബൈ ഡോ പി ഐ മൈനസ് ഡോ റോ ബൈ ഡോ പി ഐ, ആൻഡ് ദിസ് ഇസ് ഡോ എച്ച് ബൈ ഡോ ക്യു ഐ. What is this? This is nothing but the Poisson bracket of rho with h. Okay, if you can check back the definition of Poisson bracket. Alright, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം d rho by dt is equal to dou rho by dou t plus rho with h is equal to 0. So this is Liouville's theorem. Okay, Liouville's theorem says that d rho by dt is equal to 0. This is what Liouville's theorem says. Liouville's theorem says that d rho by dt is equal to 0. In other words, dou rho by dou t plus rho comma h equal to 0, or we can say that dou rho by dou t is equal to minus rho comma h, or we can say that dou rho by dou t is equal to h, the Poisson bracket of h with rho.
There are different ways of saying this. Okay, here I have used the fact that the Poisson bracket is actually anti-symmetric. Now this equation, which we have labeled as 10, it embodies Liouville's theorem, right? So according to this theorem, the local density, the statement of this mathematical equation is this: the local density of the representative points as viewed by an observer moving with the representative point stays constant in time. All right, this means that along any trajectory, okay, along any trajectory of a representative point in phase space, നമ്മൾ phase spaceലുള്ള ഏതെങ്കിലും representative point trajectory follow ചെയ്യണമെങ്കിൽ along this trajectory the local density of representative points stays constant in time. All right, so this means that the swarm of representative points moves in phase space essentially in the same manner as an incompressible fluid moves in phase space. Okay, incompressible fluid move ചെയ്യുന്ന പോലെയാണ്. It cannot be compressed. Okay, so the volume does not change, the density of representative points also cannot change. All right, so the local density of the representative points as viewed by an observer, or you can say as viewed by an observer along any trajectory, okay, it cannot change, it remains constant in time. All right, this is the Liouville's theorem. ഈ Liouville's theorem എന്ന് പറയുന്നത് നമ്മൾ വേറെ അസംഷൻ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ദിസ് ഇസ് ജനറലി ട്രൂ. ഓക്കെ, നമ്മുടെ സിസ്റ്റം ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷനാണ് ഒബേ ചെയ്യുന്നതെങ്കിൽ ദിസ് മസ്റ്റ് ബി ട്രൂ. ഓൾറൈറ്റ്, ദിസ് Liouville's ഇക്വേഷൻ, Liouville's theorem മസ്റ്റ് ബി ട്രൂ. ഇനി നമ്മൾ ഡോ റോ ബൈ ഡോ ടി, സ്റ്റേഷനറി എൻസംബിൾ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സിസ്റ്റത്തിന് ഉള്ള കണ്ടീഷനായിട്ട് നമ്മൾ പറഞ്ഞു ഡോ റോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനാണ്. റൈറ്റ്, ഇതെപ്പോഴും സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. ദിസ് ഇസ് നോട്ട് ജനറലി ട്രൂ. ദിസ് ഇസ് ട്രൂ ഫോർ എക്സാമ്പിൾ ഫോർ സിസ്റ്റംസ് ഇൻ ഈക്വിലിബ്രിയം ഓർ ജനറലി സ്റ്റേഷനറി സിസ്റ്റംസ്. ഓക്കെ, ഈക്വിലിബ്രിയം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും, ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യപ്പെടണമെന്നില്ല. ബട്ട് ദിസ് കണ്ടീഷൻ ഈസ് ഓൾവേസ് സാറ്റിസ്ഫൈഡ്. ഓൾ റൈറ്റ്, വെദർ ഓർ നോട്ട് ദ സിസ്റ്റം ഈസ് ഇൻ ഈക്വിലിബ്രിയം, ദിസ് ഇക്വേഷൻ ഈസ് ഓൾവേസ് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇറ്റ് സാറ്റിസ്ഫൈഡ് വെൻ ദ സിസ്റ്റം ഈസ് ഇൻ ഈക്വിലിബ്രിയം. സോ ദിസ് റിക്വയർമെൻറ്റ് ഫോർ ഈക്വിലിബ്രിയം. ഇനി ഈ റിക്വയർമെൻറ്റ് ഓഫ് ഈക്വിലിബ്രിയം കൂടെ നമ്മളിപ്പോൾ നമ്മുടെ Liouville's theoremത്തിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് റോ വിത്ത് എച്ച് ഇസ് ഈക്വൽ ടു 0. ജസ്റ്റ് ടേക്ക് ദിസ് ടേം ഈക്വൽ ടു 0, then you will get that rho with h is equal to 0. നമ്മൾ നേരത്തെ കണ്ടതാണ്. if f does not depend explicitly on time, then f with h is equal to 0. Alright, ഇനി ഏത് കണ്ടീഷനിലാണ് റോ ഏത് സിറ്റുവേഷനിലാണ് റോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് റോ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ക്യു ഐ ഓർ പി ഐ, അല്ലേ, റോ ക്യു ഐയിലോ പി ഐയിലോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് അക്രോസ് ഫേസ് സ്പേസ്, റോ ക്യു ഐയിലോ പി ഐയിലോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡോ റോ ബൈ ഡോ ക്യു 0 ആയിരിക്കും, ഡോ റോ ബൈ ഡോ പി 0 ആയിരിക്കും, ആൻഡ് ദെൻ ദിസ് ഇക്വേഷൻ വിൽ ബി സാറ്റിസ്ഫൈഡ്. റൈറ്റ്, അതാണ് ഒരു വഴി. വേറൊരു വഴിയുള്ളത് റോ വിത്ത് എച്ച് ഈസ് ഈക്വൽ ടു 0 ആകണമെങ്കിൽ ദർ ഇസ് വൺ മോർ വേ. ദിസ് ഇഫ് റോ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എച്ച്. Okay, rho is a function of h. അങ്ങനെയാണെങ്കിൽ Poisson bracket of any function of h with h is equal to 0. Okay, so this is using the condition, the result that the Poisson bracket of any function a with a itself is equal to 0. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ രണ്ട് വഴികളാണ് നമ്മൾ കാണുന്നത്. ഒന്നുകിൽ റോ എന്ന് പറയുന്നത് ക്യു ഐയിലോ പി ഐയിലോ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ റോ എന്ന് പറയുന്നത് ഹാമിൽട്ടോണിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റോ ഓഫ് ക്യൂ കമ പി ഇസ് എ കോൺസ്റ്റൻറ്റ് over the relevant region of the phase space. Okay, ബാക്കി എല്ലായിടത്തും 0 ആണ്. റൈറ്റ്, ഇനി ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൻസംബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ കനോനിക്കൽ എൻസംബിൾ. ഓക്കെ, മൈക്രോ കനോനിക്കൽ എൻസംബിൾ, അതായത് the representative points, the density of representative points is constant everywhere. All right, ഇതിനെയാണ് നമ്മൾ മൈക്രോ കനോനിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത്. ഫിസിക്കലി ദിസ് ചോയ്സ് കറസ്പോണ്ട്സ് ടു ആൻ എൻസംബിൾ ഓഫ് സിസ്റ്റംസ് ദാറ്റ് അറ്റ് ഓൾ ടൈം ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഓൾ പോസിബിൾ മൈക്രോ സ്റ്റേറ്റ്സ്. ഓക്കെ, അതായത് ഇത് കോൺസ്റ്റൻ്റ് ആണ്, റോ ഓഫ് ക്യൂ കമ പി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് റെലവൻറ്റ് റീജിയൻ, ഇതാണ് നമ്മുടെ റെലവൻറ്റ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണെങ്കിലും എല്ലാം ഇതിൻ്റെ ഡെൻസിറ്റി അല്ലെ പ്രോബബിലിറ്റി സെയിം ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എവിടെയാണെങ്കിലും നമ്മൾ സിസ്റ്റം റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക, എൻസംബിൾ എന്ന സിസ്റ്റം റാൻഡമായിട്ട് പിക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതിൻ്റെ മൈക്രോ സ്റ്റേറ്റ് ഈ അലൗഡ് മൈക്രോ സ്റ്റേറ്റിൽ ഏത് വേണമെങ്കിലും ആവാം. ഓൾ ദീസ് ആർ ഈക്വലി പ്രോബബിൾ, ദേ ഓൾ വിൽ ഹാവ് ദ സെയിം പ്രോബബിലിറ്റി.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻസംബിൾ ആവറേജിന് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും, ഈ റോ ഓഫ് Q, P എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദിസ് കോൺസ്റ്റൻ്റ് ക്യാൻ ബി പുൾഡ് ഔട്ട്. Alright, this constant can be pulled out. So this is rho is a constant here. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ this rho multiplied rho എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിൽ നമുക്ക് റോ എന്ന് പറയുന്ന പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ള ഇൻറ്റഗ്രേഷൻ റോ ക്യാൻസൽ ആയി പോകും, കാരണം ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. ഓൾറൈറ്റ്, റോ മുകളിലും താഴെയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് യു ജസ്റ്റ് ഹാവ് ദ ഏരിയ ഓർ ദ വോള്യൂം ഓഫ് ദ റെലവൻറ്റ് റീജിയൻ ഓഫ് ഫേസ് സ്പേസ്. ഓക്കെ, അതാണ്, അതായത് ഇവിടെ ചെയ്തത് ദിസ് ഇസ് ഈക്വൽ ടു റോ ഐ ഹാവ് പുൾഡ് ഔട്ട് എഫ് d3nq d3np divided by rho again pulled out integral d3nq d3np. What's this integral d3nq d3np? This is simply the volume omega, right? You are integrating the volume element, right? So it's the volume omega. Okay, this rho and this rho gets cancelled, so what you get is the average value of f can be written as 1 by omega integral of over omega f of Q, P d omega. Alright, here അതായത് ഇവിടെ സിസ്റ്റത്തിന് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു 1 by omega. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അലൗഡ് റീജിയൻ്റെ വോള്യം ഒമേഗയാണെന്ന് കരുതുക, നമ്മുടെ അലൗഡ് റീജിയൻ്റെ വോള്യം ഒമേഗയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ സിസ്റ്റം ഇൻ എനി വൺ ഓഫ് ദ പെർട്ടിക്കുലർ മൈക്രോസ്റ്റേറ്റ്? ദാറ്റ്സ് പ്രൊപ്പോർഷണൽ ടു 1 by omega. അതായത് ഈ റീജിയൻ കൂടുന്തോറും സ്വാഭാവികമായിട്ടും നമ്പർ ഓഫ് അലൗഡ് മൈക്രോസ്റ്റേറ്റ്സും കൂടുതലായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കണ്ടുപിടിക്കാനുള്ള പ്രോബിലിറ്റി കുറയും. ഓൾറൈറ്റ്, അപ്പോൾ ഈ അലൗഡ് റീജിയൻ്റെ അലൗഡ് റീജിയൻ്റെ വോള്യമാണ് ഈ പ്രോബിലിറ്റി, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൈക്രോസ്റ്റേറ്റിലേക്ക് ആവാനുള്ള പ്രോബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഓൾറൈറ്റ്, so clearly in this case any member of the ensemble is equally likely to be in any one of the various possible microstates. Okay. Alright, in other words, any representative point in the swarm is equally likely to be in the neighborhood of any phase point in the allowed region of phase space. Actually, ഇത് equal a priori probabilities എന്ന് നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ്, equal a priori probabilities. ഓക്കെ, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ഇതൊരു പ്രധാനപ്പെട്ട അസംപ്ഷനാണ്. Okay, alright. So this statement is usually referred to as the postulate of equal a priori probabilities for the various possible microstates. Okay, for the various possible microstates in the allowed region. അതായത് 10 allowed microstates ഉണ്ടെങ്കിൽ ഓരോ മൈക്രോസ്റ്റേറ്റിലാവാനുള്ള പ്രോബിലിറ്റി 1 by 10 ആയിരിക്കും. Okay, they are all equal. There is no reason why one microstate is more favored compared to another microstate. Alright. So the resulting ensemble is referred to as the micro-canonical ensemble. Right? ഇനി ഞാൻ പറഞ്ഞാൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേറൊരു വഴിയും കൂടെ ഉണ്ട്. രണ്ടാമത്തെ വഴി ഇതാണ്, ഈ റോ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എച്ച് ഇറ്റ് സെൽഫ്. റൈറ്റ്, ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ഇത്ര ഒരു ഫംഗ്ഷനാണ് ഈ റേസ് ടു മൈനസ് ബീറ്റ എച്ച് എന്ന് പറയുന്നത്. റൈറ്റ്, ഈ രീതിയിലാണ് നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ if the density function or the phase space density depends on the Hamiltonian in this way, then our ensemble will be called a canonical ensemble. Okay, I hope this is clear. So this equation provides a class of density functions for which the corresponding ensemble is stationary. One example is this: rho of Q, P is proportional to e raised to minus h by kt. ഈ 1 by kt എന്നുള്ളതിന് ഞാൻ ബീറ്റ എന്ന് പറഞ്ഞു. ഓക്കെ, ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്ന എൻസംബിളിനെയാണ് നമ്മൾ കനോനിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ ഡിസ്കഷൻ ഓഫ് ഫേസ് സ്പേസ്, ദ ഡെഫിനേഷൻ ഓഫ് എൻസംബിൾ വിത്ത് റെസ്പെക്ട് ടു ഫേസ് സ്പേസ് ആസ് വെൽ ആസ് Liouville's theorem. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണിത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. ഓക്കെ, വിൽ ഹാവ് എ ജനറൽ ഡിസ്കഷൻ, വിൽ സോൾവ് സം ഓഫ് ദ direct questions from this part. Okay, so we'll continue in the next class. Thank you.